കരങ്ങളെ ചേർത്ത് എന്നുള്ളമയെ സ്തുതിക്കാം. പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം. ഗാനം പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. എന്നുള്ളമയെ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാം എന്നന്തരംഗമേ അലോകിലം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അലോകിലം നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി അവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല അവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാം എന്നന്തരംഗമേ അലോകിലം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അലോകിലം നന്ദിയോടെ പാടി പുകഴ്ത്താം. പാപരോഗത്താൽ വലഞ്ഞു ആശ്രയില്ലാതടഞ്ഞു. പാപരോഗത്താൽ വലഞ്ഞു ആശ്രയില്ലാതടഞ്ഞു. ആരം കേടിടുമ്പോൾ തിരുവേദിയാതിൽ നിന്നെ വ്യാധിയെല്ലാം വഹിച്ചു. ആരം കേടിടുമ്പോൾ തിരുവേദിയാതിൽ നിന്നെ വ്യാധിയെല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാം എന്നന്തരംഗമേ അലോകിലം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അലോകിലം നന്ദിയോടെ പാടി പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോ ഭാരങ്ങൾ പെരുകിടുമ്പോ. പല ശോധനകൾ വരുമ്പോ ഭാരങ്ങൾ പെരുകിടുമ്പോ. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാവല്ലോ എന്നെ ഭാരമെല്ലാം ചുമന്നു. എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാവല്ലോ എന്നെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാം എന്നന്തരംഗമേ അലോകിലം
ആമെന്നാൽ തിരശീല ചിന്തിക്കാവോ മാർഗം തുറന്നു ഉള്ളമേ സ്തുതിക്കാമീ ആരേ മകൾക്കായി സ്തുതിക്കാം രംഗമേ അനോദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം രംഗമേ അനോദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം അവരോഗത്താൽ നീ വളർന്നു ആശയില്ലാതായിരുന്നു അവരോഗത്താൽ വളർന്നു എല്ലും ആശയില്ലാതായിരുന്നു തിരുവേ ഈ ആദ്യം നിന്റെ വ്യാധിയെല്ലാം വാദിച്ചു തിരുവേ ഈ ആദ്യം നിന്റെ വ്യാധിയെല്ലാം വാദിച്ചു എന്നുള്ളമേ സ്തുതിക്കാം ആരേ സ്തുതിക്കാം രംഗമേ അനോദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം രംഗമേ അനോദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം മനശോധനകൾ വരുമ്പോ പെരുകിടുമ്പോ മനശോധനകൾ വരുമ്പോ പെരുകിടുമ്പോ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാലല്ലോ എന്നെ ഭാരമെല്ലാം ചുമന്നു നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാലല്ലോ ഭാരമെല്ലാം ചുമന്നുള്ളമേ സ്തുതിക്കാമീ പാരനെ മകൾക്കായി സ്തുതിക്കാമേ രംഗമേ അനോദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം രംഗമേ അനോദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം ആത്മാവിനായി നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിരുന്നവസ്ഥേ അതിശയമേ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിരുന്നവസ്ഥേ അതിശയമേ ഉള്ളമേ സ്തുതിക്കാം സ്തുതിക്കാമേ രംഗമേ അനോദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം രംഗമേ അനോദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം ആത്മാവിനായി നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആത്മാവിനായി നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിരുന്നവ അതിശയമേ സ്തുതിക്കാമേ ആരേ മകൾക്ക് സ്തുതിക്കാമേ രംഗമേ അനോദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം 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 രംഗമേ അനോദിനം നന്ദി
Mana, Jurara Haste, Viga, Karuda, Vira, Karuda, Pera, Pera, Ora Mana, say, Jurara, Mosha, Pera, Viga, Pera, Oh, Jurara, Bauda, Pera, Bauda, Vira, Kana, Hapara, Bauda, Mana, Jurara, Viga, Rada, Bauda, Mana, Mosha, Pera, Jurara, Viga, Rada, Viva, Rada, Viva, Bauda, Vira, Karuda, Vira, Pera, Jurara, Bauda, Pera, Bauda, Vira, Shayla, Pera, Bauda, Jurara, Viga, Rada, Bauda, Mana, Mosha, Pera, Viga, Rada, Juraba, Bauda, Mana, Bauda, Rada, Hapara, Viga, Rada, Jurara, Viga, Rada, Bauda, Mana, Mosha, Rada, Hapara, Glory, Jurara, Vira, Vira, Jara, Vira, Bauda, Pera, Vira, Pera, Jurara, Viga, Rada, Haidara, Viga, Mana, Bauda, Mana, Jurara, Viga, Mana, Bauda, Mana, Mosha, Rada, Viga, Rada, Oh, Jurara, Bauda, Mana, Saida, Dana, Saida, Rada, Viga, Rada, Jurara, Viga, Bauda, Pera, Bauda, Vira, Rada, Hausa, Saida, Yeshua नामത്തിൽ കേവൽ गया हालेलुया ओ चूड़ारवरं शगरं दरवंदवरं शगरादगरं शगरदरवंदवरं चूड़ावादरं शगरं मंगा तेरा 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 എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അസാധ്യമായിരിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ബുദ്ധിക്കതീതമാറ്റിൽ ഗുണങ്ങളാലെന്നെ ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിക്കതീതമാറ്റിൽ ഗുണങ്ങളാലെന്നെ ദൈവം എന്നെ നടത്തുന്നു സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ ഓ അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഓ അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ബുദ്ധിയതീതമ അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിയതീതമ അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു ഓ സാധ്യമേ എല്ലാം സാധ്യമേ എൻ്റെ യേശുവിൻ കൂടെയുള്ളതാ ഓ സാധ്യമേ എല്ലാം സാധ്യമേ എൻ്റെ യേശുവിൻ കൂടെയുള്ളതാ ആരും പ്രയാസങ്ങൾ വന്നിരിക്കും എല്ലാം ഒരുക്കുകയില്ലായിരി ഭാരം പ്രയാസങ്ങൾ വന്നിരിക്കും എല്ലാം ഒരുക്കുകയില്ലായിരി സാധ്യമേ
സാധ്യമേ സാധ്യമേ എല്ലാം സാധ്യമേ സാധ്യമേ ഹല്ലേലൂയ യേശുവിന്റെ അധികാരത്താൽ ദൈവത്താൽ
42-ാം സങ്കീർത്തനം. എത്ര നല്ലവൻ, എഴുന്നേറ്റ് നിൽക്കാം. മതിയായവൻ, എന്നെ കരുതുന്ന കർത്താവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്താവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടും താൻ, ഏറ്റമാടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടും താൻ, ഏറ്റമാടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. 42-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ 10-11 വാക്യങ്ങൾ ചേർന്ന് വായിച്ച് നമ്മുടെ കർത്താവിനെ പാടി മഹത്വം കരയേറ്റാം. 42-ാം സങ്കീർത്തനം. മാർനീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിഞ്ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിന്റെ മുഖപ്രകാശരശയും എന്റെ ദൈവമാകുന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിന്റെ നീർച്ചാടുകളുടെ ഇരച്ചിലാൽ ആഴി ആഴി വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. ഒമ്പതാം വാക്യം. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. 10-11 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിഞ്ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശരശ എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു, ആമേൻ, ആമേൻ. ദൈവം എവിടെയെന്ന് ശത്രുക്കൾ ഇടപെടാതെ തന്നോട് വാദിക്കുമ്പോൾ, അസ്ഥി തകർക്കത്തക്കവണ്ണം തന്നെ നിന്ദിക്കുമ്പോൾ, ആമേൻ. 4-ാം അധ്യായ വാക്യത്തിൽ പറയുന്നു, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സ്വോത്രവും സന്തോഷ സ്വരത്തോടുകൂടെ സമൂഹമധ്യയെ ഓർത്തുകൊണ്ട് ആ പുതുസന്ധ്യ നാളിൽ തന്റെ ഉള്ളം ദൈവസനെ പകർന്നുകൊണ്ട് ദൈവസനെ സന്തോഷിപ്പാനിടയായി തീർന്നു. വിഷാദമുഖമായ സാഹചര്യങ്ങൾ പലതും ജീവിതത്തിനെതിരെ അടുത്തു വരുമ്പോൾ, അത് അനർത്ഥങ്ങളായി, ഭാരങ്ങളായി, വ്യതകളായി നമ്മുടെ ജീവിതത്തിനെതിരെ അടുത്തു വരുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാനോ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ നമ്മെ വിഷാദിപ്പിച്ച് മൗനമാക്കുവാൻ ശത്രു നോക്കുമ്പോൾ, ഇന്ന് പകൽ ഇന്നലകളിൽ പ്രാപിച്ച ദൈവീയ സമ്പത്ത്, ആത്മീയ മൂല്യം, ആരാധനയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം പകൽ നമ്മെ ഒരുക്കിയ അവസരങ്ങൾക്കായി നമ്മുടെ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ കരങ്ങൾ ഉയർത്തി കർത്താവിടുന്ന് സ്തോത്രം ചെയ്താട്ടെ. പോരാ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കരയേറ്റാം. ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ, തിരുമേശ ശുശ്രൂഷ നമ്മുടെ നടുവിലുണ്ട്. പ്രാഗൽഭ്യത്തോടെ ഏറ്റെടുക്കുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ, നമ്മെ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തുവാൻ, തുള്ള ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ വലിയ സഹായവും സാന്നിധ്യവും നാം അനുഭവിച്ചറിയേണ്ടതിനായി ഈ വിശുദ്ധ ആരാധനയെ വഹിച്ചുകൊണ്ട് സഹോദരിമാരുടെ ആത്മാഹേമിക്കുന്ന ഒരാൾക്കും സഹോദരന്മാരുടെ ആത്മാഹേമിക്കുന്ന ഒരാൾക്കും ചുരുക്കം വാക്കുകളിൽ തുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിനായി ദൈവസനെ പ്രാർത്ഥിക്കുമല്ലോ. സ്തോത്രം.
ഞങ്ങൾക്ക് ഓരോരുത്തരും എടുത്തുനിന്നും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഒരവസരം കൂടെ ആയുസ്സും ആരോഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാ ദൈവങ്ങളെയും അവിടുത്തെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്തൃസ്നേഹം കുടുംബത്തെ അവിടുത്തെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ആലോചനയും പരിവിനും പ്രവൃത്തിയും ശക്തിമാനുമായ കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നല്ല സങ്കീർത്തനം തന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. സൂക്ഷിക്കുവാൻ കർത്തൃസ്നം ബലപ്പെടുത്തണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നത്തെ പൽകാലം കർത്താവേ നല്ല സാക്ഷി, നല്ല പ്രബോധനം, നല്ല പാട്ട്, നല്ല പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് തന്ന് സഹായിക്കുമാറണേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കടന്നു വന്ന എന്റെ മക്കളെ അവിടുത്തെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ബലഹീനരായി വന്ന എന്റെ മക്കളെ ബലപ്പെടുത്തണമേ. ശക്തിയില്ലാത്തവർക്ക് ശക്തി കൊടുക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഭവനത്തിൽ രോഗികളായി ഇരിക്കുന്ന എന്റെ മക്കളെ അവിടുത്തെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഹോസ്പിറ്റലിലൊക്കെ രോഗികളായിരിക്കുന്ന എന്റെ മക്കളെ അവിടുത്തെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു ഇന്നത്തെ പൽകാലം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെയും അവരോടൊപ്പം ഞങ്ങളെയും അനുഗ്രഹിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആവശ്യമായ വചനം അയച്ച് കർത്താവേ അവിടുത്തെ അടിമണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്ന ഇനി നാളുകളിൽ പറയുവാൻ തക്കണ സ്വർഗമിടയാക്കി മറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുത്തെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഞാൻ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കില്ലെന്ന് പറഞ്ഞവനായ കർത്താവിന്റെ പാദപടത്തിൽ ഞങ്ങൾ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി മുട്ടോളമല്ല അരയോളമല്ല നീതിയാൽ കടപ്പാൻ വയ്യാത്ത ഒരു ജലപ്രാത്തിലേക്ക് അടിയങ്ങളെ നയിക്കുമാറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ജാഞ്ഞമതിൽ വാടുന്ന വേലിയും പോലെ ആയിരിക്കുവാൻ തക്കോണം ജനങ്ങളെ ഇരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മനസ്സോടായിരിക്കാൻ ഇടയാക്കണമേ. ഐക്യതയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടയാക്കണമേ എന്നങ്ങോടെ പ്രാർത്ഥിക്കുന്നു. അതാ ഗുണാത്മാവോട് ഗുണ മനസ്സോട് പറഞ്ഞ ശക്തിയോട് ഞങ്ങൾ അവിടുത്തെ സ്നേഹിപ്പാൻ വേണ്ടുന്ന ദൈവമേ. തിരുമേശ ഞങ്ങളുടെ മക്കളുണ്ടല്ലോ കർത്താവേ. ശുചിക്കുന്ന കർത്തരാസനെ ഇവിടുത്തെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അത് കർത്താവെ ഭയഭക്തിയോട് കർത്താവ് വിശുദ്ധിയോട് നിലപാടോട് ഞങ്ങൾ കഴിച്ച് ബലപ്പെടുമായി ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം അവിടുത്തെ സന്നിധിബോധത്തോടെ ഞങ്ങളെ ഇരുത്തണം. മാനമോത്തോടുക്കും മരവനാട്ടിற்கு യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. നിന്റെ മക്കളെ മക്കളെ തലേപ്പിച്ച് പ്രാർത്ഥിക്കാൻ വെച്ച കാരണം മനസ്സിലെ പ്രാർത്ഥിക്കാൻ വെച്ച ദേവദാസനെ തലേപ്പിച്ച് പ്രാർത്ഥിക്കാൻ വെച്ച ഞങ്ങൾക്കല്ല പച്ച ഞങ്ങൾക്കല്ല നാമോ വളരെ ഞങ്ങളോ ഉടനെല്ലാം ദൈവത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ വെച്ച കാരണം മനസ്സിലെ പ്രാർത്ഥിക്കാൻ വെച്ച ഞങ്ങൾക്ക് ആവശ്യമുള്ള മരണങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ വെച്ച കർത്താവേ ഇന്ന് പകൽ സഭ കർത്താവ് രോഗികൾ കേട്ടി പ്രാർത്ഥിക്കാൻ വെച്ച നീ തൊട്ടവരിൽ നിന്ന് തൊട്ടവരെല്ലാം സഭയ്ക്ക് പ്രാർത്ഥിച്ചു കർത്താവേ. ഇന്ന് രോഗികളോട് പ്രാർത്ഥിക്കാൻ വെച്ച ദേവദാസനായിട്ട് വേണ്ടി ഒരുക്കളെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ വെച്ച നല്ല സങ്കീർത്തനോട് പ്രാർത്ഥിക്കാൻ എല്ലാ ദൈവത്തിന് കണ്ണിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ വെച്ച കർത്താവേ. തിരുവേശ ഞങ്ങൾക്ക് മുന്നിലുള്ള കർത്താവേ ഞങ്ങളത് ഭക്ഷിച്ച് ആരോഗ്യം വചനത്തിന്റെ പേര് വന്ന് ഞങ്ങൾ വളരെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ സത്യങ്ങളെ സമാധാനത്തിന് എല്ലാ ദൈവത്തിന് കണ്ണിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ വെച്ച ഞാനെല്ലാം സഭയെ പണിയും പാതാള ഗോപുരം അനുഗ്രഹിക്കാത്താവേ അനുഗ്രഹപ്പെട്ട സഭയോട് ഞാൻ നന്ദിയോട് പ്രാർത്ഥിക്കാൻ വെച്ച സഭയുടെ അറ്റോന്റെ പണികളെല്ലാം തീർത്ത കർത്താവിനോട് പ്രാർത്ഥിക്കാൻ വെച്ച ഓ എല്ലാ സോദ കർത്താവേ ഇന്ത്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വെച്ച സുവിശേഷ ഒറ്റ പറഞ്ഞു പോലും കർത്താവിനോട് പ്രാർത്ഥിക്കാൻ വെച്ച ആരൊക്കെ നേതാക്കന്മാർക്ക് ജാതികളും ഭാഷകളും എല്ലാം വേണ്ടി എല്ലാ മുട്ടുപാടും എല്ലാ എല്ലാ ദൈവത്തെ തന്നെ. ഈ അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. ഈ പകൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി കടന്നു വന്ന ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തൻ നമുക്ക് ഒരുക്കിയ അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടങ്ങളെല്ലാം ദൈവം നമ്മെ അനുഗ്രഹമായി ഐശ്വര്യമായി നമ്മായിരുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ നിലനിർത്തുവാനും ദൈവം നമ്മെ സൂക്ഷിപ്പാനും ഇടയാക്കി തീർത്തല്ലോ. അവിടുത്തെ എല്ലാ വിശ്വസ്തകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കോരഹന്റെ പുത്രന്മാരുടെ പേര് ഇവിടെ പറയുവാടിയായത് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യത്തിലാണ് കോരഹപുത്രന്മാരുടെ പേര് രേഖപ്പെടുത്തി. ഒന്നുകൂടെ വായിക്കാമോ? കോരഹന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാഫർ, ഇവർ കുലങ്ങൾ. അപ്പോൾ കോരഹപുത്രന്മാരുടെ പേരുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കോരഹപുത്രന്മാർ ആരായിരുന്നു? ലേവി ഗോത്രക്കാരായിരുന്നു. അപ്പോൾ തന്നെ പൗരോഹിത്യ സ്ഥാനം ഇവർക്കിടെ മേൽ ഉണ്ടാകാനുള്ള സാധ്യതകളും അവസരങ്ങളും ഇവർ മുമ്പിൽ ഉണ്ടായിരുന്നു. പൗരോഹിത്യ സ്ഥാനം വഹിക്കപ്പെടുവാൻ ദൈവം മുൻകണ്ടവരായിരുന്നു. പക്ഷേ ആമേൻ, അവർ ദൈവം നിശ്ചയിച്ച ആ അനുഭവങ്ങളിൽ നിന്ന് വ്യതിചലിച്ച നിമിത്തം കോരഹപുത്രന്മാരുടെ പിതാക്കന്മാർ ആമേൻ അവർ ദൈവത്തിൻ്റെ ഹിതത്തിന്
വിപരീതമായി നിന്നപ്പോൾ അവരിൽ ചിലർ ധൂപം കാട്ടുവാൻ അവർ സ്വയമായി അവർ ഇറങ്ങിത്തിരിപ്പാനിടയായി തീർന്നപ്പോൾ ദൈവാഗ്നിയിൽ കുറച്ചുപേർ മരണപ്പെടുവാനിടയായിത്തീർന്നു. മറ്റു ചിലർ കോരഹന്റെ ദാദാം, അബീരാം, ഓൺ എന്ന് പറയുന്ന ഈ കോരഹപുത്രന്മാരുടെ പിതാക്കന്മാർ ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങുവാനിടയായിത്തീർന്നു. അവരെ ഭൂമി പിളർന്ന് വിഴുങ്ങുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞൊരു വാക്യപ്രകാരമാണ്. അഹരോനെയും മോശയും മാത്രമാണോ പുരോഹിതന്മാരാക്കി നിർത്തിയിരിക്കുന്നത്? ഞങ്ങൾക്കും പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ കഴിയും. അവരെ മാത്രമാണോ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്നുള്ള ഒരൊറ്റ ചോദ്യമാണ് ആ കോരഹൻ എന്ന് പറയുന്ന ദാദാം, അബീരാം, ഓൻ എന്ന് പറയുന്ന 4 പേരടങ്ങുന്ന സംഘം ഭൂമി പിളർന്ന് വിഴുങ്ങുവാൻ കാരണമായി തീർന്നു. അപ്പോൾ ദൈവത്തിനും ദൈവീയ അഭിഷക്തന്മാർക്കും എതിരെ സംസാരിച്ചപ്പോൾ ഭൂമി അവരെ പിളർക്കുവാനുള്ള കാരണം ഉണ്ടായി. 2, ധൂപം കാട്ടുവാൻ സ്വയമായി അവർ ഇറങ്ങിത്തിരിച്ച് ഒരു കൂട്ടം ആൾക്കാർ പുരോഹിതന്മാർ ചെയ്യേണ്ട ശുശ്രൂഷ അവർ സ്വയമേ ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവാഗ്നിയിൽ അവർ തകരപ്പെടുവാനിടയായിത്തീർന്നു. ഈ ഒരു അനുഭവത്തിൽ പിൻതലമുറകൾ പിതാക്കന്മാർ സംഭവിച്ച ഈ പരാജയം കണ്ടപ്പോൾ പിൻതലമുറ എന്തു ചെയ്യുന്നറിയാമോ? അവര് ദൈവത്തിൻ്റെ സാന്നിധ്യം മോശ പറഞ്ഞു, ഈ ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ വഴിമാറിപ്പോകുവാൻ കൽപ്പിച്ചപ്പോൾ അവർ എവിടെ ചെയ്തു? അവർ ആ ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ നിന്നും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരത്തിൽ നിന്നും അവർ ഓടി അവരുടെ ഗൃഹങ്ങളിൽ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് കോരഹന്റെ പുത്രന്മാർ രക്ഷപ്രാപിപ്പാനിടയായിത്തീർന്നു. ഞാനൊരു കാര്യം പറയാം, ദൈവസന്നിധിയിൽ പ്രതികരിക്കുന്ന ആരെയും ദൈവം രക്ഷിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ സംരക്ഷണങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് പകൽ ദൈവവചനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഈ ഭാഗം ശ്രദ്ധിക്കേണ്ടത് കോരഹപുത്രന്മാർ പിതാക്കന്മാരുടെ അപാചയങ്ങൾ നിമിത്തം അവർ ഓടി രക്ഷപ്പെട്ട നിമിത്തം ക്രൈസ്തവ പിതാക്കന്മാർക്കുണ്ടായിരുന്ന സ്ഥാനത്തിലേക്ക് മടങ്ങി വരാൻ അവർ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു അനുഭവമാണ് ഈ സങ്കീർത്തനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം പറയാം, നമ്മുടെ ആത്മീയ ജീവിതം എവിടെയൊക്കെ നഷ്ടപ്പെട്ടിരുന്നാലും നാം ദൈവസന്നിധി പ്രതികരിക്കാൻ തയ്യാറായാൽ, ദൈവകൃപയിലേക്ക് അടുത്തു വരാൻ നാം തയ്യാറായാൽ, നമ്മെ പുനർജീവിപ്പിക്കുവാൻ, നമ്മെ യഥാസ്ഥാനത്താക്കുവാൻ, നമുക്ക് വിടുതൽ നൽകുവാൻ, നമ്മെ പുനർക്രമീകരിച്ച് രക്ഷയുടെ മഹത്വത്തിലേക്ക് കൊണ്ടെത്തിപ്പാൻ ദൈവം സർവശക്തനാണെന്ന് കോരപുത്രന്മാരുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം, പിതാക്കന്മാരുടെ അപാചയങ്ങൾ പരാജയങ്ങളിൽ തുടർന്നു പോകാതെ അവിടെ കൊണ്ട് ബ്രേക്ക് ചെയ്ത് പ്രതികരിച്ച് ഞാൻ നിന്നിലേക്ക് ശരണം പ്രാപിക്കുന്നു പറഞ്ഞ് ദൈവകൃപയിലേക്ക് അടുത്തു വരുന്ന ഏതൊരു വ്യക്തിയെയും കൈക്കൊള്ളാൻ ദൈവം സർവശക്തനാണ്. കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഈ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനം എഴുതപ്പെടുവാൻ കാരണമായി തീർന്നത്. 42-ാം സങ്കീർത്തനത്തെ 3 ഭാഗങ്ങളായിട്ടാണ് തരംതിരിക്കപ്പെടുന്നത്. അതിൻ്റെ 6-ാം വാക്യം മുതൽ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിന് വിഷാദം ഏൽപ്പിച്ച ചില വിഷയങ്ങളുടെ നടുവിലാണ് ഈ കോരഹപുത്രന്മാരായിരിക്കുന്നത്. മനസ്സിന് വിഷാദം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളെ പറ്റി 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ എന്ത് ചെയ്തിരിക്കുക? വിഷാദിച്ചിരിക്കുന്നു. സ്തോത്രം. വിഷാദിക്കാനുള്ള കാരണങ്ങളും കൂടെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 10-ാം വാക്യം പറയുന്നു, ആമേൻ, നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ എന്ത് ചെയ്യുക? അസ്ഥി തകർക്കം വണ്ണം എന്നെ എന്ത് ചെയ്യുക? നിന്ദിക്കുക. അപ്പൊ ശത്രുക്കളുടെ ഉപദ്രവഹേതുവായി, കാരണം നിനക്കിത് സംഭവിച്ചത്, നിന്റെ പിതാക്കന്മാർക്ക് ഇത് സംഭവിച്ചത് ഇന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവർക്ക് ദൈവസന്നിധി വരാൻ കഴിയാതെ അവരെ ദൈവസന്നിധി വിഷാദമുള്ളവരാക്കി ഒരു ഭാഗത്തേക്ക് അടിച്ചമർത്തുമ്പോൾ ഇതിൻ്റെ നടുവിൽ ശത്രുക്കളായ ഒരു കൂട്ടം ജന അസ്ഥി തകർക്കത്തക്ക നിലയിൽ അവരെ നിന്ദിക്കുമ്പോൾ അവർ ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നിൽ എന്ത് ചെയ്തിരിക്കുക? വിഷാദിച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം വിഷാദത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു, 5-ാം വാക്യം, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിഞ്ഞരങ്ങുന്നത് ഒന്ന് ദൈവത്തെ പ്രത്യാശ വയ്ക്കുക. വിഷാദങ്ങൾ മാറാനുള്ള ഒന്നാമത്തെ പോംവഴി 5-ാം വാക്യത്തിൽ പറയുന്നു, നീ ദൈവത്തെ പ്രത്യാശ വയ്ക്കുക. സ്തോത്രം. ദൈവത്തെ പ്രത്യാശ വയ്ക്കുക.
സ്വത്രം അവൻ നിന്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവം എന്നിങ്ങനെ ഞാൻ ഇനി അവനെ തന്നെ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ സകല വിഷാദത്തിനും പരിഹാരം നൽകാൻ കഴിയുന്നത് അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. രണ്ട്, അവരുടെ വിഷാദത്തിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ നേടിയെടുത്ത രണ്ടാമത്തെ വിടുതന്റെ തലം അതിന്റെ 4-ാം വാക്യമാ. ഒന്ന് വായിക്കാം. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടു കൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. ശ്രദ്ധിച്ച്, വിഷാദങ്ങളുടെ നടുവിൽ രക്ഷപ്പെടുവാൻ രണ്ടാമത്തെ പോംവഴി. ഒന്നാമത്തെ പോംവഴി ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സകല വിഷയങ്ങൾക്ക് ഹോപ്പ് നൽകാൻ കഴിയുന്നവൻ ദൈവം മാത്രമാണ്. രണ്ടാമത്തെ വിടുതൽ ഇവിടെ 4-ാം വാക്യത്തിൽ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സ്വരത്തോടും സ്തോത്രത്തോടും സന്തോഷത്തോടും സമൂഹമധ്യ ദേവാലയത്തിൽ ചെന്നതോർത്ത് അവർ ഉള്ളം ദൈവസന്നിധി പകരുവാനിടയായിരുന്നു. ഇന്ന് പകൽ ദൂത് പറയാം, ദൈവസന്നിധിയുള്ള വിഷാദങ്ങളെ മാറ്റാൻ ഇന്നലകളിൽ നാം പ്രാപിച്ച ആത്മീയ സമ്പത്ത്, ഇന്നലകളിൽ നാം പ്രാപിച്ച ദൈവശക്തി, ആത്മീയമായി ദൈവം നമുക്ക് ആത്മീയ കരുത്ത്, ദൈവസന്നിധിയെ പാടി സ്തുതിക്കുന്ന ആരാധിക്കുന്ന അനുഭവം എത്ര ശ്രേഷ്ഠകരമാണ്. ഒരു ഞായറാഴ്ച ദൈവസന്നിധി വന്ന് ആരാധിക്കുന്ന അനുഭവം എത്ര ശ്രേഷ്ഠകരമാണ്. അടുത്തൊരാഴ്ച വട്ടങ്ങൾ വിവിധങ്ങളാകുന്ന പ്രതിസന്ധിയെ ഞാനും നിങ്ങളും തരണം ചെയ്യേണ്ടവരാകാം. പക്ഷെ ഈ പ്രതിസന്ധികളെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ന് നാം ദൈവത്തെ ആരാധിച്ച് ആത്മീയ സ്തോത്രത്തിന്റെ സ്വരവും കേൾക്കപ്പെട്ട ദൈവവചനവും ദൈവമക്കളുമുള്ള ആത്മീയ കൂട്ടായ്മയുടെ സന്തോഷവും അന്നിന്റെ വിഷാദങ്ങളെ ജയിപ്പാനുള്ള ആത്മകരുത്ത് പകരുന്നതാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ വിഷാദങ്ങളെ നേടാൻ ദൈവത്തെ പാടി സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും വിഷാദങ്ങളെ ജയിപ്പാനിടയായിട്ട്. അതുകൊണ്ടാണ് ഒരാഴ്ച ദൈവസന്നിധി ആരാധിക്കാൻ കഴിഞ്ഞ് വന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകുന്നവർ എത്ര പേരുണ്ട്? ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. ഒരാഴ്ച ദൈവസന്നിധി ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതും കൂട്ടായ്മ ആചരിക്കുന്നതും ആത്മീയ സന്തോഷം നിൽക്കുന്ന ദൈവമക്കൾക്ക് ഒരാഴ്ച മുടങ്ങിയാൽ അവർ ഹൃദയത്തിൽ എത്രമാത്രം അയ്യോ ഇന്ന് ആരാധനയ്ക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നൊരു ചിന്ത അവർ ഉള്ളിൽ തട്ടി. എന്താണെന്നറിയാമോ? അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ആത്മീയ ആരാധനയുടെ സന്തോഷമാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി സന്തോഷിപ്പാൻ വകയുണ്ടോ? വിഷാദങ്ങളെ മാറ്റാൻ വകയുണ്ടോ? ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആത്മീയ കൂട്ടായ്മയുടെ സ്തോത്രങ്ങളും ആരാധന ഉള്ളിൽ വഹിക്കപ്പെടുവാനിടയായി തീരട്ടെ. എന്നൂടെ പറയാം, മരുഭൂമിയിലെ ഒട്ടകം എന്ന് പറയുന്ന മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയുന്ന ഒട്ടകം നിങ്ങൾക്കറിയാമോ? മരുഭൂമിയിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഈ മരുഭൂമിയിലൂടെ പോകുമ്പോൾ ഇതിന് വേണ്ടത്ര വെള്ളമൊന്നും ലഭ്യമാകാൻ കഴിയുന്ന സാഹചര്യം എല്ലാ സ്ഥലത്തും ഇല്ല. പക്ഷെ വെള്ളം കിട്ടുന്ന സമയത്ത് ഈ വെള്ളം ഇത് ശരീരത്തെ ഏറ്റെടുത്ത് വെക്കുക. ഇവിടെ വലിയൊരു മുഴ പോലൊരു ഭാഗമുണ്ട്. പക്ഷേ ഇവിടെ അതിനാവശ്യമായ വെള്ളം അതിൻ്റെ ശരീരത്തിൽ മരുഭൂമിയെ അതിജീവിപ്പാൻ വെള്ളം മുഴുവനും തൻ്റെ ത്വക്കിൽ അതിൻ്റെതായ നിലവാരത്തെ സംഭരിച്ചു വെച്ചിരിക്കുക. ഒരു കാര്യം പറയാം, ചൂടേറിയ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മൃഗത്തിന് നിൽക്കുവാൻ ദിനങ്ങളെടുത്തു പോകുന്ന യാത്രയിൽ നിൽക്കണമെങ്കിൽ ആ ശരീരത്തിന് ആ രൂക്ഷമായ ഉഷ്ണത്തെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ആ ശരീരത്തിനുണ്ട്. ഇന്നലെ എവിടെയോ വെള്ളമുള്ള സ്ഥലത്ത് ഏറ്റെടുത്ത ആ വെള്ളമാണ് അതിനെ എന്ത് ചെയ്യുന്നത്? ആ മരുഭൂമി യാത്രയ്ക്ക് യോഗ്യമാക്കി തീർക്കുന്നത്. മരുഭൂമിയിലെ കല്ലുമുടി ചെടി എന്ന് പറയുന്ന ചെടി ഉണ്ടല്ലോ, മരുഭൂമിയിലാണ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ വേരിൽ അതിൽ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ഒരു കരുത്ത് അതിനുണ്ട്. നിൽക്കുന്നത് മരുഭൂമിക്കകത്താണെങ്കിൽ മരുഭൂമിയുടെ ചൂട് അതിനെ തളർത്താതിരിക്കാനുള്ള ഒരു പ്രത്യേക പ്രകൃതി അതിനുണ്ടതുപോലെ ഇന്ന് പകൽ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ച ദൈവമക്കളെ, വിവിധ പ്രതിസന്ധിയുടെ നടുവിൽ, വിവിധ പ്രതികൂലങ്ങളുടെ നടുവിൽ, വിവിധ രോഗങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ പിടിച്ചു നിർത്താനുള്ള പരിസ്ഥിതി എന്ന് ചോദിച്ചാൽ എല്ലാ സമയം ആരാധനയോ കൂട്ടായ്മയോ ദൈവദാസന്മാരുടെ ഉത്സാഹമോ പ്രോത്സാഹനമോ ലഭ്യമാകാൻ കഴിയാത്ത ചില ഏകാന്തതയുടെ പരിസ്ഥിതിക ജീവിതത്തിൽ വരുമ്പോൾ ഇന്ന് നീ പ്രാപിച്ചെടുക്കുന്ന ദൈവസഭ ആത്മാക്കളുടെ നടുവിൽ, കൂട്ടായ്മയുടെ നടുവിൽ ആർജിച്ച സ്തോത്രം ആരാധനയും ദൈവജന ശുശ്രൂഷയും നിന്റെ രോഗക്കിടക്കി നിനക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന അവസ്ഥയിൽ അന്തരാത്മാവി ദൈവസന്നിധി ബലം പ്രാപിക്കുമ്പോൾ നിന്റെ അകത്തെ മനുഷ്യന്റെ വിഷാദം മാറി നീ ആത്മാവി ധൈര്യപ്പെടുവാനിടയായി തീരും.
എത്ര പേര് ഇന്ന് പകൽ ഇത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം നമുക്ക് ലഭ്യമാകുന്ന സമയത്തിന്റെ വില എത്ര ശ്രേഷ്ഠകരമാണ്. ഇതെപ്പോഴും നമുക്ക് ലഭ്യമാകുമെന്ന് ചിന്തിക്കണ്ട, ഇതെപ്പോഴും ഇങ്ങനെ അവസരം കിട്ടുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ട. പക്ഷെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമാകാം. പക്ഷെ ഇന്ന് നാം പ്രാപിക്കുന്ന ദൈവശക്തി അന്നിന്റെ വിഷാദത്തെ ജയിപ്പാൻ കഴിയുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഷാദം വരുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? 9-ാം വാക്യം, നീ എന്നെ മറന്നതെന്ത്? നീ എന്നെ മറന്നതെന്ത്? നീ എന്നെ മറന്നതെന്ത്? നീ എന്നെ മറന്നതെന്ത്? സ്തോത്രം. വിഷാദം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, കർത്താവേ നീ എന്നെ എന്ത് ചെയ്തോ? മറന്നോ? സ്തോത്ര. യാക്കോബ് തന്നെ ചോദിച്ചില്ലേ, മകൻ നഷ്ടപ്പെട്ടപ്പോ യാക്കോബ് പറയാണ്, എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് നീ എന്നെ ദൈവമേ മറന്നു കളഞ്ഞു. യാക്കോബേ നിന്നെ ദൈവം മറന്നു കളഞ്ഞില്ല. ഈ മറന്നു പോയതുപോലെ നിനക്ക് തോന്നുണ്ടായാൽ നീ ഏത് തലമുറയെ ചൊല്ലി നീ ഭാരപ്പെട്ടുവോ ആ തലമുറ മിസ്രയീമിൽ നിന്ന് അയക്കുന്ന രഥം കണ്ട് നീ സന്തോഷമുള്ളവനാകും. ഇന്ന് പകൽ ചില വിഷയങ്ങളുടെ നടുവിൽ, ചില പ്രയാസങ്ങളുടെ നടുവിൽ തലമുറ വിഷയങ്ങളെ ചൊല്ലി, ഭൗമികമായ വിഷയം തന്നെ കുടുംബ വിഷയങ്ങളെ ചൊല്ലി ആമേ നീ എന്നെ മറന്നു കളഞ്ഞോ എന്ന് വിഷാദമുഖമായി നീ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, ഏത് തലമുറയെ ചൊല്ലിയാണോ നീ എന്നെ മറന്നു കളഞ്ഞെന്ന് നീ ചോദിച്ചെങ്കിൽ അതേ തലമുറയും ഒരു രഥവുമായി നിന്നെ എതിരേൽക്കുവാൻ വരുന്നുണ്ട്. നിന്റെ ക്ഷാമത്തെ മാറ്റുവാൻ, നിന്റെ ദാരിദ്ര്യത്തെ മാറ്റാൻ, നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ ഒരു മിസ്രയീമിൽ രഥം വന്നപ്പോൾ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഇന്ന് പകൽ ഞാൻ ദൂത് പറയാം, ഓ ദൈവത്തിന്റെ രഥം, ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ രഥം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ അവൻ ചൈതന്യം നഷ്ടപ്പെട്ടു പോയ നിന്റെ ജീവിതത്തെ വീണ്ടും ചൈതന്യപ്പെടുത്തുന്ന ഒരു അനുഭവം വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം ദൈവ സർവശക്തനാണ്. രാമത്തെ ഒരുക്കി ശിംശോന് വേണ്ടി വെള്ളം ഒരുക്കി എടുത്തതുപോലെ അവിടെ പറയാണ് അവൻ വീണ്ടും ചൈതന്യപ്പെട്ടു. ഇന്ന് പകൽ ചൈതന്യം നഷ്ടപ്പെട്ട ജീവിതങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ വീണ്ടും ചൈതന്യപ്പെടുത്താൻ, നിന്നെ റീകണ്ടീഷൻ ചെയ്യാൻ, നിന്നെ പുനരുദ്ധരിക്കുവാൻ, നഷ്ടപ്പെട്ട ആത്മീയ മണ്ഡലങ്ങളെ ഉദ്ധരിച്ചെടുക്കാൻ ഇന്ന് പകൽ എൻ്റെ ദൈവ സർവശക്തനാണ്. നിന്നെ ദൈവം മറന്നു കളഞ്ഞില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ മകന്റെ മരണം നിങ്ങൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കണ്ടെന്ന് തോന്നുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം നിങ്ങളത് കണ്ടായിരുന്നോ? കര ഉയർത്തി കണ്ടവർ മാത്രം, അല്ലാത്തവർ കൊണ്ട് ഞാൻ പറയാം. ചർച്ചകോടിൻ്റെ റീജിയൻ്റെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ സണ്ണി, KC സണ്ണി എന്ന് പറയുന്ന ഒരു അഭിഷക്തൻ, ശക്തനായൊരു ദൈവദാസനാണ്. ആ ദൈവദാസൻ്റെ ജീവിതത്തിൽ വന്ന ട്രാജഡി, ജീവിതത്തിൽ വന്ന ദുരന്തം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മനുഷ്യൻ പറയും, ഈ മനുഷ്യത്തിന് ദൈവത്തെ സേവിച്ച് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമോ എന്ന് ലോകം ചോദിച്ചു പോകുന്ന ചോദ്യമാണ്. പക്ഷെ ആ ദൈവദാസ് ഇന്നലെ തൻ്റെ 3ാമത്തെ മകനും മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ താൻ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സന്തോഷിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ദൈവത്തിന് ഒത്തിരി സ്തോത്രം കരയേറ്റു വേണ്ടിയായത്. തൻ്റെ മൂത്ത മകൻ 40ാമത്തെ വയസ്സിൽ, ഏകദേശം 3 വർഷമേ ആയുള്ളൂ. 40ാമത്തെ വയസ്സിൽ മക്കളുണ്ട്, അവർക്ക് മക്കളുണ്ട്. വിവാഹം കഴിച്ച മകനാണ് 40ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം തൻ്റെ വൈഫ് ഈ ലോകത്തുനിന്നും മാറ്റപ്പെട്ടു. അതിനുശേഷം കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പേ രണ്ടാമത്തെ 2 തലമുറയാണ്, 2 പേര് ഇരട്ടകളാണ്. ഇരട്ടകളിൽ മൂത്ത മകൻ കഴിഞ്ഞ വർഷം ഹാർട്ട് അറ്റാക്ക് നിമിത്തം 36ാം വയസ്സിൽ ഈ ലോകത്തുനിന്നും മാറ്റപ്പെട്ടു. ഏക ഒരു മകൻ മാത്രമേ തനിക്കുണ്ടായിരിക്കുള്ളൂ. അത് 3 ആൺമക്കളാണ്. 37ാം വയസ്സിൽ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം മകൻ വരുന്നു. സാധാരണ തന്നെ മകനെ എതിരേൽക്കുവാൻ കോട്ടയത്ത് ചെന്ന് നിൽക്കുന്നതാണ്. മകൻ വന്നു കഴിയുമ്പോൾ തന്നെ പറ്റി അവിടെ പറഞ്ഞ മകനെ പറ്റി പറഞ്ഞത് താൻ കെട്ടിപ്പിടി ചുംബനം കൊടുത്ത് വാഹനത്തിൽ കയറ്റും. പക്ഷേ ഇന്നലെ വണ്ടി നിർത്തിയപ്പോൾ താൻ വാഹനത്തിൽ കയറി. മകൻ വരുന്നില്ല. ചെന്നപ്പോൾ അവൻ കിടക്കുന്ന സീറ്റിൽ യാത്രാമധ്യേ അറ്റാക്ക് വന്ന് മരിച്ചു കിടക്കുകയായിരുന്നു. സ്തോത്രം. ആ പിതാവിൻ്റെ ഹൃദയം എത്ര തകർന്ന് കാണും. മുൻപന്തിയിൽ കർത്താവിൻ്റെ വേലയിൽ നിന്നൊരു അഭിഷക്തനാണ്. വൈഫ് മരിച്ചു. 3 തലമുറ 30-40 വയസ്സിനിടയ്ക്ക് തലമുറ 3 പേര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഇന്നലെ ആ ഇളയ മകൻ്റെ ഫ്യൂണറൽ ശുശ്രൂഷയായിരുന്നു കോട്ടയത്ത് നടന്നത്. ലോകം വിരൽ ചൂണ്ടുമ്പോൾ ദൈവത്തെ സേവിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാകാം. പക്ഷെ ഒരു കാര്യം, നീതിമാനും മരണത്തിനും പ്രത്യാശയുണ്ട്. ഇന്ന് പകലൊരു ദൂത് പറയാം, ഏത് ഭക്തൻ്റെ മേലും നീതിമാൻ്റെ മേലും
അനർത്ഥങ്ങളും വിഷയങ്ങളും ഉണ്ടാകാം. ഈ ലോകത്ത് ഈ ഭൗമിക ശരീരവുമായുള്ള ബന്ധമല്ല നമ്മുടെ കർത്താവിന് നമ്മോടുള്ള ബന്ധം, നമ്മുടെ ആത്മാവിൻ്റെ ബന്ധമാണ്. കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇത്തരമുള്ള പ്രതിസന്ധിയുടെ നടുവിൽ കടന്നു പോകുമ്പോൾ ന്യായമാം നിലയിൽ ആ ദൈവഭക്തൻ്റെ ഉള്ളൊരു ചോദ്യം ഉണ്ടാകാം, ദൈവമേ നീ എന്നെ മറന്നതെന്ത്? പക്ഷെ ഇന്ന് പകൽ ദൈവം മറന്നതല്ല, ഇതിൻ്റെ പിന്നിലൊക്കെ ദൈവത്തിനുള്ള ഉദ്ദേശങ്ങളുണ്ട്, ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? പ്രിയമുള്ള ദൈവമക്കൾ, ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ, നമ്മുടെ വീടിൻ്റെ അകത്ത് സമാധാനം നൽകി നമുക്ക് തലമുറകളെ നമ്മോട് ചേർത്തിരുത്തി, ഒന്നുമല്ലെങ്കിൽ അവരിവിടെ ഉണ്ട് അവിടെ ഉണ്ടെന്നുള്ള ഒരു മനസ്സമാധാനത്തോടെ ദൈവത്തിനെ ആരാധിപ്പാൻ നമുക്ക് ഇന്ന് പകൽ ഒരു അവസരം ദൈവം തന്നില്ലേ? ഇന്ന് പകൽ എത്രയധികം ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യുവാൻ ഇടയായിത്തീരും. ഇന്ന് വരെ നമ്മെ കരുതിയ നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല, പക്ഷേ ഈ നിമിഷം വരെ, ഈ മണിക്കൂർ വരെ, സെക്കൻഡ് വരെ നമ്മെ കരുതിയ, നമ്മെ നിലനിർത്തിയ, നമുക്ക് ആയുസ്സിന്റെ ബലം ദൈവത്താൽ നൽകപ്പെട്ട അവിടുത്തെ കരുണയോർത്ത് കർത്താവിന് ആ കരമുയർത്തിയെന്ന് ദൈവത്തിന് മഹത്വം കരയേറ്റ. എത്രയധികം നാം ദൈവത്തിന് മഹത്വം കരയേറ്റുവാടിയ ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണമേ, മൂന്നാമതായി തന്നെ വിഷാദ രോഗത്തെ ജയിക്കുവാനുള്ള മൂന്നാമത്തെ പരിഹാര മാർഗം 6-ാം വാക്യത്തിൽ, അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിൽ വെച്ച് ഞാൻ നിന്നെ. മൂന്നാമത്തെ വിഷാദങ്ങളിൽ നിന്ന് ജയിപ്പാൻ, അവരെ അതിജീവിക്കുവാനുള്ള പരിഹാര മാർഗം ഭക്തൻ പറയുന്നു, ഞാൻ യോർദാനിൽ വെച്ച് നിന്നെ ഓർക്കുന്നു. ഹെർമോൻ പർവ്വതങ്ങളിൽ മിസാർ മലയിൽ വെച്ച് ഞാൻ നിന്നെ എന്ത് ചെയ്യുക? എന്താണ് യോർദാൻ? ഹെർമോൻ, മിസാർ, യോർദാൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ തോട്ടമാണ് യോർദാൻ, ഫലപുഷ്ടിയുടെ നഗരമാണ് യോർദാൻ. ഉൽപ്പത്തി പുസ്തകം വായിപ്പിക്കുന്ന സമയത്ത് 13-ാം അധ്യായം 10-11 വാക്യം, അബ്രഹാമും ലോത്തുമായുള്ള കമ്മ്യൂണിക്കേഷനിൽ അബ്രഹാം ലോത്തിന് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ. പക്ഷെ ലോത്ത് യോർദാനിലുള്ള നീരോട്ടമുള്ള ദേശം തിരഞ്ഞെടുക്കാനിടയായി തീർന്നു. ഇന്നുകൂടെ ഞാൻ പറയാം, ഈ യോർദാൻ എന്ന് പറയുന്നത് പുഷ്ടിയുടെ ദേശമാണ്. മറുഭാഗത്ത് ഇസ്രായേൽ യാത്രയ്ക്ക് എതിരായി നിന്നൊരു സ്ഥലമാണ് യോർദാൻ എന്ന് പറയുന്നത്. കൊയ്ത്തുകാലത്തൊക്കെ തീരം കരകമഞ്ഞൊഴുകുന്നൊരു സ്ഥലമാണ് യോർദാൻ എന്ന് പറയുന്നത്. ഫലങ്ങളെല്ലാം നിഷ്ഫലമാക്കുന്നതാണ് യോർദാൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ കോരപുത്രന്മാർ പറയുന്നു, തങ്ങളുടെ വിഷാദങ്ങളെ ജയിപ്പാൻ ഇന്നലകളിൽ ഞങ്ങളുടെ പിതാക്കന്മാരെ യോർദാനിൽ നിന്നും യോർദാനിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിൻ്റെ മഹത്വം ഓർക്കുകയാണ്. ഞാൻ യോർദാനിൽ വെച്ച് നിന്നെ ഓർക്കുന്നു പറഞ്ഞാൽ, ഞങ്ങളുടെ പിതാക്കന്മാരെ യോർദാൻ മുക്കാമായിരുന്നു. ഞങ്ങളുടെ ഫലങ്ങളെ കൊയ്തെടുക്കാൻ നോക്കിയ യോർദാന്റെ നടുവിൽ, മേലൊഴുക്കും കീഴൊഴുക്കുള്ള യോർദാൻ നടുവിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് രക്ഷ നൽകിയ ഒരു വഴിയായി തീർന്ന യോർദാനിൽ ഞങ്ങളെ നടത്തിയ ദൈവത്തിന് ഞങ്ങളുടെ വിഷാദത്തിന് വിടുവിപ്പാൻ സർവശക്തനാണ്. അടുത്തൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹെർമോൻ പർവ്വത നിര. ഇതും ഇസ്രായേലിലെ വലിയൊരു കൊടുമുടിയാണ്. ഇതിനോട് ബന്ധപ്പെട്ടാണ് സീനായ് പർവ്വതം നിലനിൽക്കുന്നത്. ഉത്തമഗീതം 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ സിംഹവും പുള്ളിപ്പുലിയുള്ള നാടാണ് ഈ ദേശമെന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഭാഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അത്ര തീവ്രമായ ആ ദേശത്തിലും ഇസ്രായേൽ ജനത്തെ ദൈവം വഴി നടത്തിയെങ്കിൽ, ഞങ്ങളുടെ വിഷാദമുഖമായ സാഹചര്യത്തിലും ഞങ്ങളെ വഴി നടത്തുവാൻ ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. മിസാർ മല എന്ന് പറയുന്ന സീനായ് പർവ്വതത്തിൻ്റെ നിരയോട് ചേർന്നുള്ള സ്ഥലമാണ്. പക്ഷെ ഈ മിസാർ മലയിലും ഞങ്ങളെ നിലനിർത്തിയ പിതാക്കന്മാരെ കരുതിയ ദൈവം, അവർക്ക് പ്രമാണം നൽകിയ ദൈവം, ഞങ്ങളുടെ ജീവിതത്തിന്റെ വൈഷമ്യ അനുഭവത്തിനും ഞങ്ങളെ പിടിച്ചു നിർത്തുവാൻ സർവശക്തനാണ്. ഇന്ന് പകൽക്കാലം ദൂത് പറയാം, ഇന്നലകളുടെ ചില വിഷയങ്ങളുടെ നടുവിൽ നീ അകപ്പെട്ടു പോയി എന്ന് പറയാൻ, ചില പ്രതിസന്ധിയുടെ നടുവിൽ ഇനി രക്ഷയില്ലെന്ന് നീ ചിന്തിച്ച ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ദൈവം നിന്നെ കരകയറ്റി നിനക്ക് അത്ഭുതകരമായ വിടുതൽ ദൈവം നൽകിയെങ്കിൽ, ഇന്നിന്റെ ഈ പ്രതിസന്ധിക്കകത്തും നിന്നെ വിടുവിപ്പാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് കോരപുത്രന്മാർക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ പിതാക്കന്മാരെ യോർദാനിൽ രക്ഷിച്ച ദൈവം, ഞങ്ങളുടെ പിതാക്കന്മാരെ ഹെർമോന്യ പർവ്വത മേഖലകളിൽ വിടുതലയച്ച ദൈവം, മിസാർ മലയുടെ അടിവാരത്തിലൂടെ നടത്തിയ ദൈവം, ഞങ്ങളുടെ ഇന്നത്തെ വിഷാദത്തിന്റെ നടുവിലും ഞങ്ങളെ നടത്താൻ സർവശക്തനാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയെങ്കിൽ വിഷാദങ്ങളെ ജയിപ്പാനുള്ള മൂന്നാമത്തെ പോംവഴി ഇന്നലകളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ദൈവസനെ സ്മരിക്കുക എന്നുള്ളതാ. അങ്ങനെ ഇന്ന് പകൽ ഞാൻ ദൂത് പറയാ, ഇന്നലെ എന്തെങ്കിലും ദൈവം അത്ഭുതകരമായി വിടുതൽ തന്നിട്ടുണ്ടോ? ആമേൻ. ഇന്നലെ അത്ഭുതകരമായി വിടുതൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ
ഇന്നിന്റെ പ്രതിസന്ധി അത് ഓർക്കണം. കർത്താവേ, ഇന്നലെ അവിടെ വെച്ച് എന്നെ ഉദ്ധരിച്ചെങ്കിൽ ഇന്നിന്റെ പ്രതിസന്ധിയിൽ എന്നെ ഉദ്ധരിപ്പാൻ സർവശക്തന. കരമൂർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഇന്നലെ എന്നെ ആ തലമുറയ്ക്ക് ദൈവം ഒരു വിടുതൽ തന്നെങ്കിൽ ഇന്നും ഈ വിഷയത്തിന്റെ ഈ അത്ഭുതം ചെയ്യാൻ സർവശക്തന. 6 കഷ്ടത്തിൽ നിന്ന് വിടുവിച്ച ദൈവം 7ാമത്തത് തിന്മ തൊടാതെ നിന്നെ വിടുവിപ്പാൻ സർവശക്തനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നോട് ചേർന്നൊന്ന് പറയാമോ? 6 കഷ്ടങ്ങളിൽ നിന്നെ വിടുവിച്ച ദൈവം 7ാമത്തതിലും തിന്മ തൊടാതെ എന്നെ വിടുവിപ്പാൻ സർവശക്തനാണ്. ഒന്ന് വന്ന് നാവ് തുറന്നത് ദൈവമൊക്കെ പറഞ്ഞാട്ടെ. 6 കഷ്ടത്തിൽ തന്നെ വിടുവിച്ച ദൈവം ഈ 7ാമത്തതിലും തിന്മ തൊടാതെ എന്നെ വിടുവിപ്പാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ഇന്നലെ കൂടെ ആത്മീയ സമ്പത്ത് ഇന്നിന്റെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞു, മാ നീർത്തോടിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ. ദൈവത്തിന് വിടുതൽ പ്രാപിച്ച ഭക്തന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. താൻ പറയാ, മാൻ നീർത്തോടിലേക്ക് ചെല്ലും. മാനിൻ്റെ പ്രത്യേകത പറയാൻ സമയമെടുക്കുന്നില്ല. വേഗതയുള്ള ഒരു ജീവിയാണ്, ഭയങ്കര വേഗതയുള്ളതാണ്. വൻ പർവ്വതമേൽ നിമിഷങ്ങൾക്ക് എത്താൻ കഴിയും. അമ്മ ശത്രുവിൻ്റെ വരവും പെടുന്തനമേ ശത്രുവിൻ്റെ വരവിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു മൃഗമാണ് ഏത്? സ്തോത്രം. മാൻ്റെ പുറകെ രക്ഷ ഓടി പിടിക്കാൻ പറ്റുമോ? എവിടെ ഒരു അനക്കം കണ്ടേ പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് അത് ഓടും. സ്തോത്ര. ഇതുപോലെ പറയുക, മാൻ നീർത്തോടിലേക്ക്. മാന് ഇങ്ങനെ ഓടി ഓടി പോയി കഴിഞ്ഞാൽ അതിന് ദാഹിക്കും. ദാഹിച്ചു കഴിഞ്ഞാൽ അതിന് നീർച്ചാടിലേക്കായിരിക്കും അതിൻ്റെ ഉള്ളം വെമ്പ കൊള്ളുന്നത്. 2 തലത്തിലാണ് നീർച്ചാടിലേക്ക് ആ മാൻ പോകുന്നത്. ഒന്ന്, ദാഹിച്ചു വരളുന്ന സമയത്ത്. 2, ശത്രു പിന്നാലെ വരുമ്പോൾ ഈ ശത്രുവിന് രക്ഷപ്പെടാൻ. ഇത് ശത്രു പലപ്പോഴും ഇതിൻ്റെ ഈ ത്വക്കിലുള്ള ഈ സുഗന്ധം പിടിച്ചാണ് ശത്രു പിന്തുടരുന്നത്. അതിന് മാൻ ചെയ്യുന്നത്, നീർച്ചാടുകളുണ്ടെങ്കിൽ തോടുകളുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലൂടെയും തോടുകളുടെ ഉള്ളിലൂടെയും പോകാനുള്ള പ്രത്യേക കരുത്ത്, നീന്താനുള്ള കരുത്ത് ഈ മാനിനുണ്ട്. അത് ചെയ്ത് ചോദിച്ചാൽ ശത്രു വരുമ്പോൾ ഉടനെ വെള്ളത്തിൽ ചാടി നീന്തി മറുഭാഗത്ത് കണ്ടു വെള്ളത്തിൽ മുങ്ങും. എന്നൂടെ പറഞ്ഞാൽ തൻ്റെ ശരീര ത്വക്കിൻ്റെ സുഗന്ധങ്ങളോ ഒന്നും ശത്രുവിന് അനുഭവിക്കാൻ പറ്റത്തില്ല, മറയും. കരമൂർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ഞാൻ ദൂത് പറയാ, ഈ ആപത്ത് ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും? മാൻ നീർച്ചാടുകളിലേക്ക് ആമേൻ ആകാംക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ. ഉള്ളിലൊരു ആത്മാവ് വെമ്പ കൊള്ളുക കേട്ടോ. ഉള്ളൊരു ആത്മാവ് വെമ്പ കൊള്ളുന്നുണ്ട് കേട്ടോ. സ്തോത്രം. അകത്തൊരു ആത്മാവുണ്ട് വെമ്പ കൊള്ളുക. എങ്ങനെയെങ്കിലും ഈ കൂടാരം വിട്ടു പോകാൻ വേണ്ടിയാണ് ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. ഒരു കൂടിനകത്ത് കിളിയെ ഇട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്കറിയാം, എൻ്റെ ചുണ്ടിട്ട അഴികളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? എന്താ അർത്ഥം? രക്ഷപ്പെടാനെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുക. ഇതേപോലെയാണ് നമ്മുടെ ഉള്ളിരിക്കുന്ന ആത്മാവ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ആത്മാവിൻ്റെ ഗദ്ഗതം ഒന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽ പറ, മാൻ നീർത്തോടിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കും പോലെ എൻ്റെ ആത്മാവ് നിൻ്റെ ആത്മീയ തലത്തോട്, ആരാധനയോടെ, ആത്മീയ മണ്ഡലത്തോട് ഒന്ന് ബന്ധപ്പെട്ട് ദൈവത്തെ സ്തുതിപ്പാൻ എൻ്റെ ആത്മാവിൻ്റെ വിശപ്പറിഞ്ഞ് ഇന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് ഇന്ന് മകൾ പറയാൻ കഴിയുന്നുണ്ട്? അവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രിയരെ, നമ്മുടെ ഭൗമിക ശരീരത്തിന് വേണ്ട അതെല്ലാം നമ്മൾ കൊടുത്തു. ഈ ആഴ്ച എല്ലാവരും കൊടുത്തു. ആമേൻ. അതിനാവശ്യമുള്ള പ്രോട്ടീൻ എല്ലാം നമ്മൾ കൊടുത്തു, ആഹാരം എല്ലാം കൊടുത്തു. പക്ഷേ അകത്തെ ആത്മാവ് ദരിദ്രമായിരിക്കുക. അതിൻ്റെ വിശപ്പ് അറിഞ്ഞോ? നമ്മുടെ ഭൗമിക വിശപ്പ് അറിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അകത്തെ ആത്മാവിൻ്റെ വിശപ്പ് അറിഞ്ഞോ? അകത്തെ ആത്മാവിൻ്റെ വിശപ്പ് എവിടാ തീരുന്നറിയാമോ? ആത്മീയ ആരാധനയില്ല, ദൈവ സാന്നിധ്യത്തിലാണ്. അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കട്ടെ ഇന്ന് പകൽ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എല്ലാ കണ്ണു ഒരു നിമിഷം അടച്ചാട്ട്. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ആ വചനത്തിൽ പുകഴുവാൻ, വചനത്തിൽ സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വിഷാദങ്ങളെ ജയിപ്പാൻ ആത്മകരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. അന്ന് ഞങ്ങളുടെ പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ ആത്മാവിലുള്ള പ്രത്യാശ കൈമുതലാക്കി നിൽപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. 2, കർത്താവെ, ഉത്സവം ആചരിക്കുന്ന വിഷാദത്തോട്, സ്വരത്തോട്, സന്തോഷത്തോട് സമൂഹമധ്യേ പോയത് ഓർത്ത് കോരപുത്രന്മാർ വിഷാദങ്ങളെ അതിജീവിച്ചതുപോലെ കർത്താവെ, ഞങ്ങൾക്ക് നൽകുന്ന ആത്മീയ സമ്പത്തുകൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ പരിവരുത്ത സാഹചര്യങ്ങളെ ജയിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ.
കർത്താവേ, ഇന്നലകളിൽ ഞങ്ങളെ വഴി നടത്തിയ വിധം, യോർദാനിലും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ അനുഭവങ്ങളിലും ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ വിധം ഓർത്ത് കോരപുത്രന്മാർ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന പോലെ ഇന്നലകളിൽ കൊടിയ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, അകപ്പെട്ടു പോയ വിഷയങ്ങളുടെ നടുവിൽ, ഉത്ഥാനമില്ലാത്ത വിഷയങ്ങളുടെ നടുവിൽ ഞങ്ങളെ ഉദ്ധരിച്ച ആ ദൈവത്തിൻ്റെ മഹിമയെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, വിഷാദങ്ങളെ അതിജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഞങ്ങളുടെ മഹിമപ്പെടണം, യേശുവിൻ നാമത്തിൽ തന്നെ. കുഞ്ഞുങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം, മുമ്പോട്ട് കടന്നു വരാം, ചേർന്ന് കർത്താവിനെ പാടി മഹത്വം കരയേറ്റാം. ഇന്ന് പഠിച്ച പാട്ട് ചേർന്ന് പാടി കർത്താവിന് മഹത്വം കരയേറ്റാം. ഇഷ്ടം സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാമേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാമേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ കർത്താതി കർത്തനെ താൻ മാത്രം അമർത്യരുള്ളവനെ, വീരനാം ദൈവമേ അത്ഭുതമങ്ങേ, യാഹേ യുക്തം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുതമങ്ങേ, യാഹേ യുക്തം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാമേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമാ, അടിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമാ. കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമാ, അടിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമാ. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം, യേശു കർത്താവ് രക്ഷാനായകൻ. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം, യേശു കർത്താവ് രക്ഷാനായകൻ. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാമേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാമേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. കാണാതെ പോയവനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. എല്ലാ കാലത്ത് എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. മത്തായി 4:19. എബ്രായർ 7:26. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ല നമുക്ക് വേണ്ടത്, നിർമ്മലൻ, നിർദോഷൻ, പവിത്രൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതിയിൽ തീർന്നവൻ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ ഭയക്കുകയും ചെയ്യുന്നവൻ അവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. 1 യോഹന്നാൻ 4:20. നോക്കിയവരോട് അതിൻ്റെ മുമ്പ് ഉള്ളതായി എല്ലാവർക്കും എല്ലായിടത്തും നിങ്ങൾ അറിയുന്നല്ലോ. മത്തായി 24:32.
അവനെ ക്രിസ്തു ഓരോ മോത്ത സേടത്തില്ല നീ എൻ്റെ പുത്രൻ നീ എന്നെ ജനിപ്പിച്ചിരിക്കുന്ന എന്ന് അരുളി ചെയ്തവനെ നൽകിയതാണെന്ന് എബ്രായർ 5:5. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. 2 പത്രോസ് 1:16. Oh, I love you, Lord. I meditate on it all day long. Your commands are with me, always with me, and make me wiser than my enemies. Psalms 190 verses 97 and 98. അമേൻ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും വലങ്കരങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മീതെ നീട്ടപ്പെടാം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം തലമുറയുടെ മേൽ വ്യാപരിപ്പാൻ, അവരുടെ ശാരീരികവും മാനസികവും ആത്മീയമായ തലങ്ങളിൽ ദൈവം അവരെ നിലനിർത്തണം. വിശേഷാൽ ഈ ദിവസങ്ങളുടെ എക്സാമിൻ്റെ സമയങ്ങളാണ്. 10ാം ക്ലാസ് എക്സാമിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, +1 അതുപോലെ തന്നെ +2ൻ്റെ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ആഗമനങ്ങളിൽ അവരുടെ പഠന മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളെല്ലാം അവർ പ്രയത്നിച്ച പ്രയത്ന ഫലം അവർ അനുഭവിപ്പാൻ, അവർ ശ്രേഷ്ഠരായി തീരുവാൻ, മാന്യരായി തീരുവാൻ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ തലമുറകളിൽ വെളിപ്പെടേണ്ടതിനായി ആമേൻ. ഹല്ലേലൂയ. പിഞ്ചു കുഞ്ഞുങ്ങൾക്കായി മാതാപിതാക്കളുടെ അരികിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മെ വിട്ട് തൊഴിലടിച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ കടന്നു പോയിരിക്കുന്ന നമ്മുടെ തലമുറകളെ ദൈവത്തിന് ഓർക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ ചുരുക്കം വാക്കുകളിൽ പ്രിയ ജോൺസ് ജാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾ സന്തോഷത്തോടെ പോയിരിക്കും. സഹോദരിമാർ എല്ലാവർക്കും ഒരു നിമിഷം ദൈവം എഴുന്നേറ്റ് കേൾക്കാം. സഹോദരിമാർ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരയേറ്റാം. പ്രാർത്ഥന ആവശ്യമുള്ളവർ, ദൈവം ചെയ്ത ഉപകാരങ്ങളുള്ളവർ നിൽക്കാം. ബാക്കിയുള്ളവർക്ക് ഇരിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം, എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 9 മുതൽ അതിൻ്റെ 12 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. അതിന്റെ 11-ാം വാക്യം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. 20. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണത്തിന്മേലും എല്ലാം രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവം ഭാഗിയായിരിക്കാം. ഈ തിരുമേശ ശുശ്രൂഷയിൽ
വളരെ പ്രാഗൽഭ്യത്തോടെ എല്ലാവരും ദൈവസന്നിധി ആയിരിക്കാൻ ഇടയായി തീരട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ മണ്ണൂരെ പ്രിയ അപ്പച്ചൻ വായിപ്പാൻ ഇടയായിത്തീരും. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14 മുതൽ അതിൻ്റെ 22 വരെയുള്ള വേദഭാഗങ്ങൾ ബീച്ചാൻ വായിക്കും. 1 കൊരിന്ത്യർ ലേഖനം 11-ന്റെ 23 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങൾ സുഭാഷ് ചാൻ വായിപ്പാൻ ഇടയായിത്തീരും. ഇപ്പോഴുള്ള പിന്നീട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ മണ്ണൂരി അപ്പച്ചൻ വായിക്കും. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ ബീച്ചാൻ വായിക്കും. 1 കൊരിന്ത്യർ ലേഖനം 11-ന്റെ 23 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങൾ സുഭാഷ് ചാൻ പിന്നീട് വായിപ്പാൻ ഇടയായിത്തീരുമല്ലോ. ആമേൻ. സങ്കീർത്തന പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യം 7-ാമത്തെ വാക്യം വായിക്കുക. സങ്കീർത്തന പുസ്തകം 26-ന്റെ 7-ാമത്തെ വാക്യം. ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. മതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവിൻ്റെ തിരുരക്തം നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ടും ദൈവസന്നിധിയുള്ള നീതീകരണത്തിനായി വിശുദ്ധീകരണത്തിനായി നമ്മെ ഒരുക്കുന്ന രക്തമാണല്ലോ. യേശുക്രിസ്തുവിൻ്റെ രക്തത്തെപ്പറ്റി വിശുദ്ധ വേദപുസ്തക പ്രകാരം പറയുന്നു, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിൻ്റെ അരികിലത്ര നാം കടന്നു വരുവാനിടയായി തീർന്നത്. ആമേൻ. കയ്യൻ ഹാബേലുമായുള്ള ആ കൊലപാതക വിഷയത്തോട് ബന്ധപ്പെട്ട് ഹാബേലിൻ്റെ രക്തം ഈ ഭൂമിയിൽ നിന്ന് വാദിച്ചു. ആമേൻ. തൻ്റെ സഹോദരനെതിരെ സംവാദിപ്പാനിടയായി തീർന്നപ്പോൾ, എന്നാൽ യേശുവിൻ്റെ രക്തം ഒരു പ്രതികാരത്തിൻ്റെ രക്തമല്ല, സംവാദിക്കുന്ന രക്തമല്ല. യേശുവിൻ്റെ രക്തം ആമേൻ മറുഭാഗത്ത് നമുക്ക് ഗുണം ചെയ്യുന്ന യേശുവിൻ്റെ രക്തം ആ പുണ്യാക രക്തമായി. ആമേൻ ആമേൻ. അത് അവർക്ക് പ്രതികാരം ചെയ്യണമേ എന്ന് ഹാബേലിൻ്റെ രക്തം വാദിക്കുമ്പോൾ, യേശുവിൻ്റെ രക്തം പ്രതികാരത്തിനായിട്ടുള്ള രക്തമല്ല. ആമേൻ. പ്രതികാരം ചെയ്യുന്ന വ്യക്തിയുടെയും പാപങ്ങളെ മോചിക്കുവാൻ പൊതുസന്നിധി നമുക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്യുന്ന നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു രക്തമാണ് യേശുവിൻ്റെ രക്തം. പഴയ നിയമ കാലഘട്ടം നാം പരിശോധിക്കുമ്പോൾ കണ്ണിൽ കാണുന്ന ഒരു വസ്തുതയുടെ നടുവിൽ, ഒരു നീച പ്രവൃത്തിയുടെ നടുവിൽ, കൊലപാതകത്തിൻ്റെ നടുവിൽ ആരെങ്കിലും വസ്തുത കണ്ടാൽ അവൻ കണ്ടു എന്നുള്ള വ്യവസ്ഥയിൽ, കാഴ്ച കണ്ടു എന്നുള്ള വ്യവസ്ഥയിൽ അവൻ്റെ ഭൗമിക കൈ കഴുകി, ഞാനോ എൻ്റെ ജനമോ ഇതിൻ്റെ അകത്ത് അംശികളല്ല എന്ന് പറഞ്ഞ് കൈ കഴുകി അവർ ആ വിഷയത്തിൽ നിന്ന് പ്രതിപകാരം ചെയ്ത് ആ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങുവാനിടയായിത്തീരും. 1-2 തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ചൽ നടന്ന മീറ്റിംഗ് ഈ ഭാഗത്ത് സംസാരിച്ചു. 1-2 തെളിവുകൾ അതിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിനങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ അതിന് തെളിവാണ്. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കാം. കൊല്ലപ്പെട്ടവന് അടുത്ത പട്ടണത്തിലെ മൂപ്പന്മാരെല്ലാം, ഒരു വ്യക്തി കൊല്ലപ്പെട്ട് അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത് ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ കൊല്ലപ്പെട്ട ആ വ്യക്തിയുടെ ചുറ്റുപാടുമുള്ള മൂപ്പന്മാർ വന്ന് അടുത്തത് താഴ്വരയിൽ വെച്ച് കഴുത്തൊടിച്ച പശുക്കിടാവിന്മേൽ അതിന് പ്രതിപകാരമായി ചെയ്യേണ്ടത്, പ്രതിവിധിയായി ചെയ്യേണ്ടത് താഴ്വരയിൽ വെച്ച് കഴുത്തൊടിച്ച പശുക്കിടാവിന്മേൽ തങ്ങളുടെ കൈ കഴുകി ഞങ്ങളുടെ കൈകൾ ആ രക്തം ചീന്തിയിട്ടില്ല. ഞങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടില്ല. യഹോവേ നീ വീണ്ടെടുത്തിട്ടുള്ള നിന്റെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർ ഭൗമികമായ കൈ കഴുകി ആ വിഷയത്തിന് പ്രതിവിധി കണ്ടെത്തുവാൻ ഇടയായിത്തീരും. ഒരു വ്യക്തി മരണപ്പെട്ട് കിടന്നാൽ അങ്ങനെയാണ് ആ ദേശത്തെ മൂപ്പന്മാർ വന്ന് കൈ കഴുകി ആട്ടുകൊറ്റൻ്റെ അല്ലെങ്കിൽ തല ഒടിച്ച് അങ്ങനെ പ്രതിപകാരം ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതുമാത്രമല്ല, പുരോഹിതന്മാരോട് ബന്ധപ്പെട്ടും ആലയത്തിൻ്റെ അകത്ത് ശുശ്രൂഷ ചെയ്യുവാൻ കടന്നു വരുന്ന പുരോഹിതന്മാരോട് ബന്ധപ്പെട്ടൊരു നിയമം കൊടുത്തിട്ടുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 17 മുതൽ
21 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ കഴുകേണ്ടതിനൊരു താമ്രത്തൊട്ടിയും അതിനൊരു താമ്രക്കാലും ഉണ്ടാകണം. അതിന് സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളമൊഴിക്കണം. അതിങ്കൽ അഹരോനും അവന്റെ പുത്രന്മാരും കയ്യും കാലും കഴുകണം. ഇത് അവർക്കൊരു നിയമമാണ്. ദൈവ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ, ശുശ്രൂഷയ്ക്കായി വരുമ്പോൾ, അതേ താമരത്തൊട്ടിയുടെ വെള്ളമെടുത്ത് അഹരോനും പുത്രന്മാരും അകത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിയോഗിക്കപ്പെട്ട പുരോഹിത വൃദ്ധര് അവരെ കയ്യും കാലും കഴുകുന്ന ഒരു പ്രവണത, ശുശ്രൂഷയ്ക്ക് വേണ്ട യോഗ്യത അവര് ഭൗമിക ശരീരത്തിൽ വെളിപ്പെടുത്തുമായിരുന്നു. അത് ഞാൻ പറഞ്ഞു, കൊലപാതകം ചെയ്തൊരു വ്യക്തി കടന്നാൽ അവന്റെ ആ വിഷയത്തിൽ ഞങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു, ഞങ്ങൾക്കതിൽ പങ്കില്ലെന്ന് വെച്ച് അവർ കൈ കഴുകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന നിലയിലാണ് സങ്കീർത്തന പുസ്തകം 73-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ ആസാബ് ഒരു വാക്യം പറയുന്നുണ്ട്. 73-ാം സങ്കീർത്തനം 13-ാം വാക്യം വായിക്കാം. എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും. അവിടെ അടിവരയിടുക, എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. അപ്പൊ ആ ഒരു പാരമ്പര്യത്തിന്റെ ഒരു ചുവട് പിടിച്ചാണ് അവിടെയും കൈകൾ കഴുകിയത്, ഹൃദയത്തെ കഴുകിയത് എന്നൊരു പദം അവിടെ കൊടുത്തിരിക്കുന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, ആമേൻ, യേശുക്രിസ്തുവിന്റെ വിസ്താരവേളയിൽ പീലാത്തോസ് കൈ കഴുകുന്നതായി രേഖപ്പെടുത്തുന്നത് വായിക്കാം. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട്, കാരണം പീലാത്തോസിന്റെ ഒന്നും പറയാൻ കഴിയുന്നില്ല. യേശുവിനെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരവാരത്തിന്റെ ശബ്ദം ഉയർന്നപ്പോ പീലാത്തോസിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അതിന് പീലാത്തോസ് ചെയ്തത് അടുത്ത പദം, വെള്ളമെടുത്ത് പുരുഷാരം കാൺകെ കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുവാനിടയായി തീർന്നു. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ കൈ കഴുകുന്നത് ഒരു ആചാരമായിരുന്നു. അവരുടെ ശുദ്ധീകരണ പ്രക്രിയയോട് ബന്ധപ്പെട്ട് ആ വസ്തുത കൊലപാതകം ഞങ്ങൾ കണ്ടിട്ടില്ല, അത് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ, പ്രത്യുപകാരം ചെയ്യേണ്ടതിന് കൈ കഴുകുന്ന പ്രവണത. രണ്ടാമതായി, ശുശ്രൂഷയ്ക്ക് വേണ്ടി പുരോഹിതന്മാർ യോഗ്യരെന്ന് തിരിച്ചറിയുവാൻ അവരുടെ പുരോഹിതവൃതരായ പുത്രന്മാരും അഹരോനും കൈ കഴുകുവാനിടയായി തീർന്നു. ആസാബ് ദൈവസന്നിധിയിൽ നിർമ്മല ഹൃദയം വെളിപ്പെടേണ്ടതിന് വേണ്ടി ആമേൻ താൻ കൈ കഴുകുന്നതായി പറയുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് പീലാത്തോസ് തന്റെ കൈ കഴുകുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞ കാര്യപ്രകാരമാണ് പഴയ നിയമത്തിൽ ശുദ്ധീകരണത്തിന് വേണ്ടി ഭാഗ്യമായ അനുഷ്ഠാനങ്ങളാണ് ഒരു ശുദ്ധീകരണത്തിനായി അവർ ചെയ്തിരുന്നത്. പ്രൈസ് ദി ലോർഡ്. കണ്ണും കൈയും കാലും കഴുകി ആലയത്തിലേക്ക് അടുത്ത് വരുമ്പോൾ, വിഷയത്തിൽ നിന്ന് ആമേ ഉപകാരത്തിനായി രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ചെയ്യുമ്പോൾ, പുതിയ വിശ്വാസികളായി എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിലേക്ക് വരുവാൻ എൻ്റെ നിങ്ങളുടെ കൈയോ കാലോ കണ്ണോ കഴുകി എന്നുള്ളതല്ല, ആമേ അതിനുപകാരമായി പ്രത്യുപകാരമായി ചെയ്യുവാൻ ദൈവം വെച്ച വ്യവസ്ഥ. യേശുവിന്റെ പരമയാഗം കാൽവറി ക്രൂശിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി 3 ആണികളാൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി തറയ്ക്കപ്പെട്ട യേശുവിന്റെ പുണ്യാഗ രക്തം, ഹല്ലേലൂയ, നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. കേവലം കയ്യും കാലും കഴുകി ഒരു ശുദ്ധീകരണ പ്രക്രിയയല്ല പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എബ്രായ ലേഖനം 9-ാം അധ്യായം വാക്യം മുതൽ വായിപ്പിച്ചത്. നമ്മുടെ മനസാക്ഷിയുടെ ദുർമനസാക്ഷി നീങ്ങാൻ പുറമേയുള്ള കഴികൾ കൊണ്ട് ഹൃദയത്തിന്റെ ദുർമനസാക്ഷി നീങ്ങിയില്ല. ഹൃദയത്തിന്റെ ദുർമനസാക്ഷി നീങ്ങണമെങ്കിൽ ശുദ്ധവെള്ളമാകുന്ന ദൈവവചനത്താലും യേശുവിന്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിക്കുമ്പോൾ ആമേൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു പൂർണ്ണമായ ശുദ്ധി വെളിപ്പെടുവാനിടയായിത്തീരും. 12-ാം വാക്യം വായിക്കണം. എബ്രായ ലേഖനം 9-ാം അധ്യായം
അതിന്റെ 12 മുതൽ വാക്യങ്ങൾ. ആട്ടുകൊറ്റന്മാരുടെയും ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇന്ന് പകൽ ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഈ തിരുവത്താഴ ശുശ്രൂഷയ്ക്കായി നമ്മെ യോഗ്യരാക്കുന്നത് ഒരാട്ടുകൊറ്റന്റെ രക്തമല്ല, പശുക്കിടാവിന്റെ രക്തമല്ല. എന്നെ നിങ്ങളെ ശുദ്ധീകരിച്ചത് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ രക്തമാണ്. ഈ തിരുമേശ ശുശ്രൂഷയിലേക്ക് അടുക്കുവാൻ എന്നെ നിങ്ങളെ യോഗ്യരാക്കി തീർക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ 13-ാം വാക്യം പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാലക്കിടാക്കളുടെ രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീയ ശുദ്ധി വരുത്തുന്നുണ്ട്. സ്തോത്രം. ഒരു പുറമേയുള്ള ശുദ്ധി വരുത്തുവാൻ ആട്ടുകൊറ്റന്മാരുടെ രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കപ്പെടുന്ന പശുഭസ്മവും അതൊരു ജഡീയ ശുദ്ധി വരുത്തേണ്ടതിന് പുറമേ തളിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധി ആരാധിപ്പാൻ എന്നെ നിങ്ങളെ യോഗ്യരാക്കുന്നത് ഒരു പുറമേയുള്ള കഴികളല്ല. 14-ാം വാക്യം പറയുന്നു, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധമാക്കും. ഇന്ന് പകൽക്കാലം ഇവിടെ ഒരു താമ്രത്തൊട്ടിയില്ല, ഇവിടെ കൈ കഴുകുവാൻ വെള്ളം ഇവിടെ ഒരുക്കി വെച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം ഈ തിരുമേശ ശുശ്രൂഷയിലേക്ക് അടുക്കുവാൻ എന്നെ നിങ്ങളെ യോഗ്യരാക്കി തീർക്കുന്നത് യേശുവിന്റെ പുണ്യാക രക്തമാണ്. ഈ രക്തത്താൽ കഴുക പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്താണ്? ആമേൻ. ഇവിടെ പറയുന്നു, ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ ശുദ്ധമുള്ളതാക്കി മാറ്റും. ദൈവസനെ ആരാധിപ്പാൻ നമ്മെ യോഗ്യരാക്കി തീർക്കുന്നതാണ് യേശുവിന്റെ രക്തം. സ്തോത്രം. ആമേൻ. വ്യാകുലതയോടോ പക കൊണ്ടോ പിണക്കം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ അസൂയ കൊണ്ടോ ക്രോധം കൊണ്ടോ കോപം കൊണ്ടോ ദൈവസന്നിധിയിൽ എനിക്ക് നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയില്ല. പക്ഷേ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപത്തെയും ജഡത്തിന്റെ സകല പ്രവൃത്തികളെയും അവിടുത്തെ രാഗമോഹങ്ങളോട് ഉരിക്കത്തക്ക നിലയിൽ ക്രിസ്തുവിന്റെ രക്തം ഇന്നും എൻ്റെ നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി കാൽവരിയിൽ ഒഴിക്കപ്പെടുവാനിടയായി തീർന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ് പോരാ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കരയേറ്റ് ഇന്ന് പകൽക്കാലം യേശുവിന്റെ രക്തം എന്നെ നിങ്ങളെ നീതീകരിക്കുന്ന രക്തമാ, എന്നെ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന രക്തമാ. 1 യോഹന്നാന്റെ ലേഖനം 7-ാം അധ്യായം 1 യോഹന്നാന്റെ 1-ാം അധ്യായം അതിന്റെ 7-9 വാക്യങ്ങൾ. 1 യോഹന്നാൻ 1-ന്റെ 7-9 വാക്യങ്ങൾ. അവൻ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശുവിന്റെ രക്തത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. റോമാലേഖനം വായിപ്പിക്കുന്ന സമയം 5-ാം വാക്യം പറയുന്നു, വിശ്വാസത്താൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മെ നീതീകരിക്കുന്നതാണ് യേശുവിന്റെ രക്തം. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. 1 യോഹന്നാൻ 2-ന്റെ 1 പെട്ടെന്ന്. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നത്. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ രക്തത്തിന്റെ 2-3-ാമത്തെ പ്രത്യേകത പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധി വരാൻ നമ്മെ യോഗ്യനാക്കി തീർക്കുന്നതാണ് യേശുവിന്റെ രക്തം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ ആമേൻ. ജഡത്തിന്റെ സകല പാവവും പോക്കി ശുദ്ധീകരിപ്പാൻ പര്യാപ്തമായ രക്തം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ ഞാൻ സുബോധത്തോടെ ചെയ്യുന്ന പാപത്തിന് ശിക്ഷ ഈ ശരീരത്തിലുണ്ടെങ്കിലും നാം പാപമേറ്റു പറയുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ
അടുപ്പിക്കുമ്പോൾ തന്നെ ഈ ജഡത്തിൽ നാം സുബോധ ചെയ്ത പാപത്തിന് ശിക്ഷ നാം നൽകുമ്പോൾ അത് താങ്ങാൻ കഴിയാത്തതല്ല, അത് നമ്മെ കൂടുതൽ ശുദ്ധീകരണത്തിനായി നമ്മെ ഒരുക്കുന്നതാണ് ആ അനുഭവങ്ങൾ. ബാലശിക്ഷ. ഇന്ന് പകൽക്കാലം അപ്പം സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കാതെ വിടുകയില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഒരു ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ് അകന്നിരിക്കുവാനുമല്ല, നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് യേശുവിൻ്റെ പുണ്യാകരത്വം. എബ്രായ ലേഖനം 9:12 പറയുന്നു, നമ്മെ വീണ്ടെടുപ്പ് നൽകിയതാണ് യേശുവിൻ്റെ രക്തം. എബ്രായ ലേഖനം 10:14 ഇതൊക്കെ വായിപ്പിക്കാൻ സമയം എടുക്കുവാനുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. എബ്രായ ലേഖനം 10:14 ഒന്ന് വായിക്കാമോ? 10:14. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇന്ന് പകൽ ശ്രദ്ധിക്കണമേ, തിരുമേശ ശുശ്രൂഷ അടിക്കൊടുന്ന ഇത് മക്കൾ തിരിച്ചറിയണം, യേശുവിൻ്റെ രക്തം എനിക്ക് സൽഗുണപൂർത്തി വരുത്തുന്നു. ആമേൻ. അതിൻ്റെ 10-ാം അധ്യായത്തിന് 19-22 വരെ വാക്യം വായിക്കുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ദൈവഗൃഹത്തിലേക്ക് ദൈവസനെ ആരാധിക്കുവാൻ നമുക്കൊരു പ്രവേശനം നൽകുന്നതാണ് യേശുവിൻ്റെ രക്തം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാകാരത്തിൽ മാത്രം ജാതികളായി സാധാരണപ്പെട്ട ജനം നിൽക്കുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ, അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന്മാർ നിൽക്കുവാൻ വേർകൃത്യമുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ, എന്നാൽ ഇന്ന് പകൽക്കാലം വേർകൃത്യമില്ലാതെ ഏത് സമയവും അപ്പാ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്വപുത്രൻ്റെ ആത്മാവിനെ നൽകി ദൈവത്തോട് അടുത്ത് വരുവാൻ പ്രവേശനം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നുണ്ട്. അവിടെ ജാതിയെന്നില്ല, മതമൊന്നില്ല, വംശമൊന്നില്ല. ഏത് വർഗത്തിലും വർണ്ണത്തിലും നാം ജനിക്കപ്പെട്ടതാണെങ്കിലും യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചൊരു ദൈവങ്ങൾ ക്രിസ്തുവിൽ ഒന്നത്രേ. ആ ബോധ്യതയുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എന്തിനാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്? ഒന്ന്, നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യരാക്കാൻ. 2, 26-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം പറയുന്നു, നാം വായിച്ച വേദഭാഗത്തിൻ്റെ മുകളിലത്തെ വേദഭാഗം 26-ാം സങ്കീർത്തനം 6-ാം വാക്യം, കുറ്റമില്ലായ്മയിൽ ഞാൻ എൻ്റെ കൈകൾ കഴുകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നെങ്കിൽ എന്തിനാ സങ്കീർത്തനക്കാര അങ്ങ് തങ്ങളുടെ കൈകൾ കഴുകുന്നത്? സ്തോത്രം കേൾപ്പിക്കേണ്ടതിന്, നിന്റെ അത്ഭുത പ്രവൃത്തികളിലേക്ക് വണ്ണിക്കേണ്ടതിന്. ഞാൻ കുറ്റമില്ലായ്മയിൽ എന്തിനായിട്ടാണ് നാം ദൈവത്തെ സന്നിധിയിൽ കടന്നു വന്ന് ശുദ്ധീകരണം പ്രാപിക്കുന്നത്? സ്തോത്രസ്വരം കേൾപ്പിക്കാൻ, ദൈവത്തെ പ്രാഗൽഭ്യ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇന്ന് പകൽ എത്ര പേര് ദൈവസനെ കടന്നു വന്നിട്ടുണ്ട്? ഈ ഒരു ശുദ്ധീകരണം പ്രാപിച്ചൊരു ദൈവമക്കളൊന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ നിന്ന് മാറ്റി ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ രക്തത്താൽ പീലാത്തോസ് ജനത്തിൻ്റെ നടുവിൽ ഇവൻ നീതിമാനാണ്, എനിക്കിവനെ വിസ്തരിച്ച് ഇവൻ കുറ്റക്കാരനെന്ന് വിധിക്കുവാൻ കഴിയുന്നില്ല, നിങ്ങളുടെ ആരവാരങ്ങൾക്ക് തക്കവണ്ണം എനിക്കിവനെ വിധിയൊല്ലാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ്, ഇവൻ നീതിമാനെന്ന് പറഞ്ഞ്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ജനം കാൺകെ കൈ കഴുകിയെങ്കിൽ ആസാഫ് തൻ്റെ നിർമ്മല ഹൃദയം വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി തൻ്റെ കൈകൾ ദൈവസന്നിധിയിൽ കഴുകിയെങ്കിൽ, സ്തോത്രം, പുരോഹിത വൃദ്ധ ശുശ്രൂഷയ്ക്കായി ദൈവാലയത്തിലേക്ക് പ്രവേശിപ്പാൻ കൈകൾ കഴുകിയെങ്കിൽ, കൊലപാതകം ചെയ്തൊരു വ്യക്തി, കൊലപാതകൻ ഒരു വ്യക്തി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാർ തങ്ങളുടെ കണ്ണുകൾ കഴുകി, ഞങ്ങളിത് കണ്ടിട്ടില്ല, ഞങ്ങൾക്കത് അറിയത്തില്ലെന്ന് പറഞ്ഞ് അത്ര ഒരു ശുദ്ധീകരണ വ്യവസ്ഥയിൽ വരുന്നെങ്കിൽ പുറമെയുള്ളൊരു ശുദ്ധീകരണമല്ല. ഇന്ന് പകൽക്കാല ഏകൻ്റെ യാഗത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നൽകി, ഒരു സൽഗുണപൂർത്തി നൽകി, വിശുദ്ധീകരിച്ച് നീതീകരിച്ച് വീണ്ടെടുപ്പ് നൽകി, പ്രവേശനം നൽകി തീർത്തത് യേശുവിൻ്റെ രക്തമാണ്. ഇന്ന് പകൽ ആ യേശുവിൻ്റെ രക്തത്തിലേക്ക് ഒന്ന് കഴുക പ്രാപിപ്പാൻ എല്ലാവരും ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ.
ഈ തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. ഈ ശുശ്രൂഷ പങ്കെടുക്കുവാൻ എന്നെ അയോഗ്യനായി എണ്ണരുതേ. ദൈവസനെ വിശുദ്ധീകരിക്കണമേ എന്ന് എല്ലാവരും ദൈവസനെ ഏറ്റു പറഞ്ഞാട്ട്, എല്ലാവരും ശുദ്ധീകരണം പ്രാപിച്ചാട്ട്. നാം എല്ലാവരും ശുദ്ധീകരണത്തോടെ ദൈവസനെ ആയിരിക്കുമ്പോൾ ഈ തിരുവത്താഴ് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ചുരുക്കം വാക്കുകളിൽ ആമേൻ റയിച്ചാൻ പ്രാർത്ഥിപ്പാനിടയായിത്തീരും. ഈ തിരുവത്താഴ് ശുശ്രൂഷയെ പങ്കെടുപ്പാൻ ദൈവസനെ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവസനെ എഴുന്നേറ്റ് നിൽക്കാം. ഈ തിരുവത്താഴ് ശുശ്രൂഷയിൽ ഇന്ന് പങ്കെടുക്കുവാൻ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ദൈവസനെ ആയിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ദൈവസനെ എഴുന്നേറ്റ് നിൽക്കാം. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാദാ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും. ഓ ഇത്രമ സ്നേഹം ഉയർവോടു ആമേൻ, ഇത്രമം സ്നേഹം ഉയർവോടു തനിക്ക മന്നാവ വർണ്ണിപ്പാനെഴുതല്ല. ഓ മന്നാവ വർണ്ണിപ്പാനെഴുതല്ല. ഓ തേടി വന്നു ദോഷിയാമെന്നെയും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ ഇപ്പോൾ വായിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. ആമേൻ. ആമേൻ. നമ്മുടെ സമാധാനത്തിനു വേണ്ടിയുള്ള ശിക്ഷ അവന്റെ മേലായി മതി. അവിടുത്തെ അടിപ്പിണരിടാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മതി. ഇന്ന് പകൽ തിരുവത്താഴ് ശുശ്രൂഷയിലേക്ക് അടുത്തു വരുന്ന ഈ മക്കൾ തിരിച്ചറിയേണ്ട നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അതിക്രമക്കാരോടുകൂടെ അവനെ എണ്ണപ്പെടുത്തി ശാപ മരക്കുരിശിലേക്ക് അവനെ അകപ്പെടുത്തിയത് നമ്മുടെ സമാധാനം വരുത്തുവാൻ, നമ്മെ നീതീകരിപ്പാൻ, നമ്മെ വിശുദ്ധീകരിപ്പാൻ തൻ്റെ പുത്രനെ, ഓമനപുത്രനെ നമുക്ക് വേണ്ടി കാൽവരി തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഇന്ന് പകൽക്കാലം ആ മരണം, പരമയാഗം, കാൽവരി ക്രൂശിലെ മരണം ഒരു സന്തതിയെ കാണുവാൻ, ദീർഘായുസ് പ്രാപിപ്പാൻ, സന്തോഷിപ്പാൻ ഹേതുവായെങ്കിൽ ഇന്ന് പകൽ എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പ് കാൽവരി ക്രൂശിലൂടെ യേശു കർത്താവ് വരുത്തുവാനിടയായി തീർന്നു. ആ ക്രൂശിൻ്റെ മകൾ സ്നേഹത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യുവാനിടയായി തീരട്ടെ. ക്രൂശിന്മേ ക്രൂശിന്മേ
കാണുന്ന ധാരിതാ ക്രൂശിന്മേൽ കാണുന്ന ധാരിതാ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഈ തിരുത്തായ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില വ്യവസ്ഥകളുണ്ട്. അതാണ് അടുത്ത വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിന്റെ 14 മുതൽ അതിന്റെ 22 വരെയുള്ള വേദഭാഗങ്ങൾ നിർത്തി വായിക്കാം. മതി. ഈ തിരുത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട വ്യവസ്ഥകളാണ് ഇവിടെ വായിച്ചു കേട്ടത്. ഈ തിരുത്താഴ ശുശ്രൂഷ എടുക്കുമ്പോൾ ഭൂതങ്ങൾക്ക് ബലികഴിക്കുന്ന ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഒന്നും ഒരു ദൈവവേദൽ അതിൽ അനുഷ്ഠിപ്പാനോ പോകുവാനോ വരുവാനോ അതുമായി ഇടകലരുവാനോ അനുവാദമില്ല. ദൈവത്തിൻ്റെ കോപവും ക്രോധവും ജ്വലിപ്പിക്കുവാനും അത് നിത്യാശുശാപതിക്ക് അകപ്പെടാതിരിക്കുവാനും പലരും നിദ്ര കൊള്ളുന്ന ഒരു അനുഭവം, പലരും രോഗികളായിത്തീരുന്ന അനുഭവങ്ങൾ, മരണം വരെ സംഭവിക്കുന്ന അനുഭവങ്ങൾ, അയോഗ്യമായി അപ്പം തിന്നിട്ട് ദൈവകൃപയിൽ നിന്ന് അകന്നുപോയ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ വളരെ പവിത്രതയോടെ നിർമ്മല മനസാക്ഷിയോടെ കുറ്റമറ്റ അനുഭവങ്ങളോടുകൂടെ ഈ തിരുത്തായ ശുശ്രൂഷയെ പങ്കെടുപ്പാൻ ഇന്ന് പകൽ എന്നെ യോഗ്യനാക്കി തീർക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാടിയായിട്ടെ. മറ്റ് ലഹരി വസ്തുക്കളോ ഈ ലോകത്തിൻ്റെതായ മറ്റ് അനുഭവങ്ങളോ രഹസ്യ ജീവിതത്തിൻ്റെ ഭാവങ്ങളോ പ്രവൃത്തികളോ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തിരുത്തായ ശുശ്രൂഷയെ പങ്കെടുപ്പാൻ അനുവാദമില്ല. നിങ്ങളിതിൽ കൈനീട്ടരുത്. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പൂർണ്ണമായ ജയം ഏറ്റെടുക്കുന്നവരെ, ഒരു പൂർണ്ണമായ അതൊരു വിടുതൽ ഏറ്റെടുക്കുന്നവരെ നിങ്ങൾ ദൈവസന്നിധി ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൽ നിന്ന് പൂർണ്ണമായൊരു ജയം ഏറ്റെടുത്ത ശേഷമേ ഈ തിരുത്തായ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പങ്കെടുപ്പാനിടയാകാവൂ. ഈ ലോകത്തിലൊരു മനുഷ്യനെ വെളിപ്പെടുത്തുവാനോ ഒരു മനുഷ്യന് മുമ്പിൽ പ്രാഗൽഭ്യം വെളിപ്പെടുത്തുക എന്നുള്ളതല്ല. നമ്മെ അറിയുന്ന കർത്താവ്, നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ് അവിടുന്ന് മാത്രമാകയാൽ ആ ദൈവത്തോട് അത്രയും നമുക്ക് കാര്യമുള്ളത്. അങ്ങനെയെങ്കിൽ ആ വിശുദ്ധ ജീവിതത്തോടുകൂടെ, ആ പരമാർത്ഥ ഹൃദയത്തോടെ, പവിത്രമായ അനുഭവത്തോടുകൂടെ ഈ തിരുത്തായ ശുശ്രൂഷയിലേക്ക് പങ്കെടുപ്പാൻ ഞാൻ നിങ്ങളെ ബുദ്ധിപദേശിക്കുകയാണ്. ആമേൻ. 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വേദഭാഗങ്ങൾ നിർത്തി വായിക്കും. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും
പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധിയിൽ അകപ്പെടുവാനിടയായിത്തീരും. അടുത്തത്, ഇത് നിമിത്തം നിങ്ങൾ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേക നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അതുകൊണ്ട് പ്രിയരെ, ദൈവസന്നിധി നിർമ്മല മനസ്സാക്ഷിയോടെ, കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ഈ തിരുവെഴുത്താഴ് ശുശ്രൂഷ പങ്കെടുപ്പാൻ നമ്മെ തന്നെ യോഗ്യരാക്കി തീർക്കാം. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ തിരുവെഴുത്താഴ് ശുശ്രൂഷ പങ്കെടുപ്പാൻ ശുശ്രൂഷിക്കുന്ന അടിയനെയും ശുശ്രൂഷ ഏറ്റുവാങ്ങുന്നതിൻ്റെ ജനത്തെയും ദൈവം ഒരുക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങൾ ഇത് നിമിത്തം കുറ്റക്കാരായി തീരാതെ ദൈവകൃപയുടെ ആ ദൈവശക്തി ഏറ്റെടുത്ത് ആത്മീയ കരുത്തോടുകൂടെ മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസനെ ഞങ്ങളെ തന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു. സകലമാനവും മഹത്വം യേശു കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയമുള്ളവരെ, അവിടുന്ന് തന്നെ അവിടുത്തെ കാണിച്ചു കൊടുത്ത രാത്രി അവിടുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചെല്ലുവാനിടയായി തീർന്നു. ഈ അപ്പത്തിനായി കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ്, ഈ അപ്പത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത് ഞങ്ങൾക്ക് വായ്ത്തു നുറുക്കി നൽകും. ഞങ്ങളുടെ പാപമരണത്തിനായി, ശാപത്തിനായി കാൽവരി ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ശരീരത്തെ ഓർക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തും, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരെ, അവിടുന്ന് തന്നെ അവിടുന്ന് കാണിച്ചു കൊടുത്ത രാത്രി അവിടുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നിൽക്കുവാനിടയായി. ഇത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി, ശാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിന്റെ തിരുശരീരം ആ ഓർമ്മയ്ക്കായി ഇത് ഭക്ഷിപ്പാൻ ഇടവരുത്തട്ടെ. അപ്പമുന്നെടുത്തവൻ വാഴ്ത്തിനുറുക്കി നൽകി. അപ്പമുന്നെടുത്തവൻ വാഴ്ത്തിനുറു മഹാത്മ്യവിധിനവധിയുണ്ടു രഹസ്യമേ. ഏകൻ പോയല്ലോ ബലി കഴിവതിനാം. ഏകൻ പോയല്ലോ ബലി കഴിവതിനാം. പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുക്കി. പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുക്കി. തൊന്നോടെ തിരുരക്തം ചൊരിയുമെന്നും. ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നും. പൊന്നേശുനാരർ തിരുബലി മരണം നിരപ്പ. പൊന്നേശുനാരർ തിരുബലി മരണം നിരപ്പ. തന്നാൽ ഒരു നിയമമതിശയമേ. തന്നാൽ ഒരു നിയമം അതിശയമേ. മഹാത്മ്യം ഇതിനവധിയുണ്ടു രഹസ്യമേ. മഹാത്മ്യം ഇതിനവധിയുണ്ടു രഹസ്യമേ. ഏകൻ പോകുല്ലോ ബലി കഴിവതിനാം. ഏകൻ പോയല്ലോ ബലി കഴിവതിനാം. അപ്പമൊന്നെടു
നൽകി. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. തൃപ്പാദം തൊഴുന്നതന്നോടെ ശിഷ്യർക്ക്. തൃപ്പാദം തൊഴുന്നതന്നോടെ ശിഷ്യർക്ക്. പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുക്കി. പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുക്കി. ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നും. ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നും. പൊന്നേശുനാരർ തിരു ബലി മരണം നിരപ്പാൻ. പൊന്നേശുനാരർ തിരു ബലി മരണം നിരപ്പാൻ തന്നാൽ ഒരു നിയമമതിശയമേ. തന്നാൽ ഒരു നിയമം അതിശയമേ. ഈ അപ്പത്തിൽ നിന്ന് അംശയാകുവാൻ ആർക്കെങ്കിലും കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഈ നിമിഷം കരമുയർത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. പ്രിയരെ, നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനായി യേശുവിൻ്റെ തിരുശരീരം നമുക്ക് വേണ്ടി കാൽവഴി തകർക്കപ്പെട്ടല്ലോ. ആ തിരുശരീരത്താൽ എന്നേക്കുമായൊരു വീണ്ടെടുപ്പ് അവിടുത്തെ ദേഹമെന്ന തിരുശരീരം നമുക്ക് വേണ്ടി ചിന്തിയതിനാൽ ദൈവത്തിനെ അടുത്ത് വരുവാൻ നമ്മെ യോഗ്യരാക്കി തീർത്ത ആ വൻ കൃപകളെ ഓർത്ത് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ അപ്പത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ഭാഗവക്കാകുവാൻ അവിടെ ഞങ്ങൾക്ക് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായി ഞങ്ങൾ ഒരുക്കിയല്ലോ. തിരുനാമം ഞങ്ങളോട് മഹിമപ്പെടണം. യേശുവിൻ നാമത്തിൽ തന്നെ. ശരീരത്തിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിനായി കാൽവരി ഞങ്ങൾക്ക് വേണ്ടി ഒഴിക്കപ്പെട്ട ഈ രക്തം ഓർമ്മയ്ക്കായി പാനം ചെയ്യുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. ഇത് പാനം ചെയ്യുമ്പോൾ ജനത്തിന്റെ ശരീരത്തിലും മനസ്സിലാത്മാവിലും ഒരേപോലെ ദൈവപ്രവൃത്തി വിടുതലായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. ഞങ്ങൾ നീതീകരിച്ച, ഞങ്ങൾ വിശുദ്ധീകരിച്ച ക്രിസ്തുവിലേക്കുള്ള പ്രവേശനം നൽകുവാൻ, പിതാവിന്റെ സന്നിധി വന്ദനയുവാൻ ഈ രക്തത്താൽ ഞങ്ങൾ ഭാഗ്യമൊരുക്കല്ലോ. വൻ കൃപകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോട് ഞങ്ങളെ ബലപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ. അവിടെ തന്നെ അവിടുന്ന് കാണിച്ചു കൊടുത്ത രാത്രി അവിടുന്ന് പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി പകർന്നു. നമ്മുടെ ശരീരത്തിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിനായി കാൽവരി നമുക്ക് വേണ്ടി ഒഴിക്കപ്പെട്ട യേശുവിന്റെ രക്തം ആ ഓർമ്മയ്ക്കായി പാനം ചെയ്യുവാനിടയായി. സർവപാപകരകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ. സർവപാപ നമുക്കായി ഒഴിക്കപ്പെട്ട രക്തമേ മൂർവിലാദനേശുദേവൻ ചൊരിഞ്ഞ തീരു യേശുവോടി ലോക ചെയ്ത നോർക്ക നീന്നുള്ളവേ. യേശുവോടി ലോക ചെയ്ത നോർക്ക നീന്നുള്ളവേ. വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തീരു രക്തമേ. വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തീരു രക്തമേ. കാട്ടുചെന്നായി കൂട്ടമായോ ഒരാടിനെ പീഡിച്ചപ്പോ കാട്ടുചെന്നായി
ചൊരിഞ്ഞ രക്തമേ, കൂട്ടമായി ദുഷ്ടരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തമേ, മുള്ളുകൊണ്ടുള്ളോർ മുടിയ മന്നവൻ തിരുത്തല, മുള്ളുകൊണ്ടുള്ളോർ മുടിയ മന്നവൻ തിരുത്തല, ഉള്ളിലും പുറത്തുമായി പാഞ്ഞ തിരുരക്തമേ, ഉള്ളിലും പുറത്തുമായി പാഞ്ഞ തിരുരക്തമേ, നീണ്ടയിരുമ്പാണികൊണ്ട് ദുഷ്ടരാ കൈകാലുകളെ, നീണ്ടയിരുമ്പാണികൊണ്ട് ദുഷ്ടരാ കൈകാലുകളെ, തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്ഷിതാവിൻ രക്തമേ, തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്ഷിതാവിൻ രക്തമേ, വഞ്ചക സാത്താനെ ബന്ധി ചന്തകാരം നീക്കുവാൻ, വഞ്ചക സാത്താനെ ബന്ധി ചന്തകാരം നീക്കുവാൻ, അഞ്ചു കായങ്ങൾ വഴിയാൻ പാഞ്ഞ തിരുരക്തമേ, അഞ്ചു കായങ്ങൾ വഴിയാൻ പാഞ്ഞ തിരുരക്തമേ. അത് ലഭ്യമാകാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ധനത്തിൽ കരമുയർത്താം. വിശ്വസിക്കുന്നു വേറെ നമ്മുടെ പാപത്തിന് പരിഹാരത്തിനായി കാൽവരിയിൽ യേശുവിന്റെ തിരുരക്തം നമുക്ക് വേണ്ടി ഒഴിക്കപ്പെടുവാനില്ല. ആ പുണ്യാഗ രക്തം, ആ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം നമുക്ക് വേണ്ടി ഇന്ന് മൃദുസന്നിധി പശുപാലം ചെയ്യുന്നല്ലോ. ആ ദൈവപദ്ധതികളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. അനുകൃതമായി ശുശ്രൂഷ ചെയ്യുവാനും എടുക്കുവാനും ദൈവം യോഗ്യരാക്കി തീർത്ത ആ വൻകൃപകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ ചുരുക്കം വാക്കുകളിൽ നമ്പിച്ചാൽ പ്രാർത്ഥിപ്പാനിടയായി. ഇരിക്കുന്ന ദൈവമക്കളും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു വേദഭാഗം ഇവിടെ വായിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വേദഭാഗങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവ് നിങ്ങളെ ഭരിക്കുകയും പ്രബോധിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധിപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശു ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷം വിട്ടകലുവീൻ. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും
ദേഹം അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. കർത്താവാണ് സഹോദരന്മാരൊക്കെയും ഈ ലേഖനം വായിപ്പിച്ച് കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. മേശമേൽ അപ്പവും വീഞ്ഞും ശേഷിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച ഈ ആത്മീയ സന്തോഷം മറ്റുള്ളവരും അനുഭവിപ്പാൻ, ഈ പന്തി ഭോജനത്തിൽ അനേകരും പ്രവേശിപ്പാൻ, നമ്മൾ ആവോളം കർത്താവിൻ്റെ വേലയിൽ വർദ്ധിത വീരത്തോടെ പ്രയോജനപ്പെടുവാൻ ഉത്സാഹത്തോടെ നമുക്ക് കടന്നു പോകാം. ആ ഒരു പ്രതിഷ്ഠയോടെ തീരുമാനത്തോടെ കടന്നു പോകുമ്പോൾ വിശുദ്ധന്മാർ തമ്മിൽ വിശുദ്ധമതികൾ തമ്മിൽ വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവാനിടയായി തീരട്ടെ. അന്യോന്യം വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യാം. ഈ വിശുദ്ധ ചുംബനം കഴിഞ്ഞ ശേഷം ഒരു പാട്ട് പാടുകയും സ്തോത്രകാഴ്ച വഴിപാട് എടുക്കുകയും പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കുകയും ചെയ്യും. അന്യോന്യം വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യാം. ഓ ഇവിടെ കയറി വരുവീനെന്ന അതിനു വേണ്ടി നീയൊരുങ്ങിടുന്നു. ഇവിടെ കയറി വരുവീൻ എന്ന ദൈവ ശബ്ദത്തെ അതിനു വേണ്ടി ഉണർന്നു നീയൊരു രുകിടുന്നു പോ യേശുവാരും ഓ പൊന്നേശുവാരും നീ വരവീനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നു പോ ഓ വരവീനായി തൻ വചനം. നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ദൈവത്തോളം നമ്മെ നിലനിർത്തുവാൻ അവിടെ നമ്മോട് പ്രസാദം തോന്നിയല്ലോ. ദൈവത്തിൻ്റെ എല്ലാ കരുണയെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. പ്രഭു ഒരു മാസം ദൈവസന്നിധിയിൽ ദശാംശ വഴിപാടായി ദൈവം നൽകിയ നന്മയിൽ ഓഹരി ദൈവത്തിന് വേർതിരിച്ച പ്രിയപ്പെട്ടവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്ര വഴിപാടായി ദൈവത്തിന് അർപ്പണം ചെയ്ത പ്രിയപ്പെട്ടവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. സോമച്ചാനായി സ്തോത്രം ചെയ്യാം. അനിൽ ബ്രദറിനായി സുനിൽ ബ്രദറിനായി സ്തോത്രം ചെയ്യാം. സൈദസിനായി സെബിനായി സ്തോത്രം ചെയ്യാം. ബീച്ചാനായി മണ്ണൂരെ പ്രിയ പിതാവിനായി സ്തോത്രം ചെയ്യാം. രായിച്ചാനായി സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സുധർമാമയ്ക്കായി സ്തോത്രം ചെയ്യാം. തമ്പിച്ചാനായി സ്തോത്രം ചെയ്യാം. മണീച്ചാനായി സ്തോത്രം ചെയ്യാം. ശോഷമല്ലാള കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. രജി ജോഷുവ ആ കുടുംബം പ്രിയ ആക്സിക്കായി സ്തോത്രം ചെയ്യാം. വിൽസൺ ബ്രദർ കരവാളൂർ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. കുഞ്ഞുമോഹൻ ബ്രദർ ജാൻ തലയംകുളം കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ജോർജ് ചാൻ കരവാളൂർ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ലീല മാമ ചെങ്കുളം കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ഷൈജു ബ്രദറിനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. സുരേന്ദ്ര ചാൻ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. റോസമാമ ഷിജു ബ്രദർ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. സതി മാമ പൂണമൂട് കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ലിജിൻ മാത്യു കുതിരച്ചിറ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ശംസുദ്ദീൻ ബ്രദറിനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ലിസി ഡേവിഡ്സൺ ജോബി കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. സാങ്കുട്ടിച്ചാൻ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. രമമാമയ്ക്കായി സ്തോത്രം ചെയ്യാം. റെയ്ച്ചാൻ വട്ടമ്മൻ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. സുഭാഷാൻ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. സതീഷ് ശ്രീമഞ്ഞോകാല കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ലേഖപ്രസാദ് കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ജിജി ബ്രദർ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ബിൻസ് കൃഷ്ണനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ആമേൻ ആമേൻ ആമേൻ. ലാലി മാമ ലിജു കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. സതി സുമാരൻ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ശാന്തി സൃഷ്ടിനായി സ്തോത്രം ചെയ്യാം. ലീലാമ ജോൺ പാസ്റ്റർ വർഗീസ് ഷോമിൽ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ഗ്രേസി ജോൺ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. പൊന്നച്ചായൻ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ഈ കുടുംബങ്ങളെ ആത്മീയ ഭൗതികമായ വിഷയങ്ങളുടെ ഞെരുക്കങ്ങളിൽ ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി സ്തോത്രം ചെയ്യാം. അവരുടെ കരങ്ങളുടെ പ്രയത്നങ്ങളെ സാഫലീകരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇതിൽ കൈനീട്ടുവാൻ കഴിയാതെ സാഹചര്യം നടുവിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവീയ കരം ദൈവീയ നന്മ അവരുടെ മേൽ ദൈവം വെളിപ്പെടുത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മെല്ലാവരും ദൈവത്തിനെ സ്തോത്രം ചെയ്താട്ടെ. നമ്മെല്ലാവരും ദൈവത്തിനെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ ചുരുക്കം വാക്കിൽ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കും. സ്വാമി ഞാൻ ചുരുക്കം വാക്കിൽ പ്രാർത്ഥി മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഓ ശാലാബാരഹസ്യ